സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത തോണിയിലേറി ഭഗവാനിലേക്കുള്ള ഭക്തിയാത്ര. ഭഗവാനിതാ തൻ്റെ അനുഗ്രഹമാകുന്ന അനുകൂലമായ കാറ്റിനെ കൊണ്ട് വേണ്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കൃഷ്ണാവതാരം നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഇനി നന്ദോത്സവം നമ്മൾ കേൾക്കാൻ പോണു ഇന്ന്. അതിനുശേഷം ഭഗവാൻ ആ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള കഥാസന്ദർഭങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ദശമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം മുതൽ 12 കൂടിയുള്ള 8 അധ്യായങ്ങൾ അത് ഭാഗവത തോണിയിലൂടെ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് ആദ്യം അത് പാടാം. അതിനുശേഷം ആ രംഗങ്ങളെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാം. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ഗോകുലത്തിൽ നന്ദനൊരു ഉണ്ണിയുണ്ടായതാം വാർത്ത ഗോപാലന്മാർ ആഘോഷിച്ചു ഗാനങ്ങൾ ചെയ്തു. കംസനായി കപ്പം നൽകാൻ നന്ദഗോപർ പുറപ്പെട്ടു. മധുരയിൽ വസുദേവ ഗൃഹത്തിലെത്തി. കംസനാലെ അയച്ചൊരു പിശാചിനി പൂതനയോ വിഷമുല കുടിപ്പിക്കാൻ വ്രജത്തിലെത്തി. മുലയ്ക്കൊപ്പം മൂലത്തെയും കുടിച്ചല്ലോ മുകുന്ദനും. പൂതന മരിച്ചു വീണു കണ്ണൻ ചിരിച്ചു. ശകടനാമസുരനോ ശകടത്തിലെത്തിയപ്പോൾ ശരിയാക്കിയവനെയും ശ്യാമസുന്ദരൻ. കാറ്റായി വന്ന അസുരൻ്റെ കഴുത്തിലായി കേറിയുണ്ണി. കാറ്റുപോയി അസുരനും മരിച്ചു വീണു. ഗർഗാചാര്യർ ഉണ്ണികൾക്കു രാമകൃഷ്ണൻ എന്ന നാമം നൽകിയവർ പലവിധ ലീലകളാടി. മുട്ടുകുത്തി നടന്നിട്ടും ഗോവൃക്ഷത്തിൽ തൂങ്ങിയിട്ടും മണ്ണുവാരി തിന്നു മുണ്ണി ലീലകളാടി. തൈർകലക്കും യശോദ തൻ പാൽ കുടിച്ചു കണ്ണനുണ്ണി. തൈർകലത്തെ തച്ചുടച്ചു പെണ്ണയെടുത്തു. കോപിച്ചമ്മ കയറിനാൽ കൃഷ്ണനെ കെട്ടിയിട്ടല്ലോ. ഉരലുമായി കൃഷ്ണൻ മെല്ലെ പുറത്തിറങ്ങി. നാരദന്റെ ശാപം മൂലം മരങ്ങളായി മാറിയതാം കുബേരന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. ഉരലുമായി കടന്നപ്പോൾ മരങ്ങൾ മറിഞ്ഞു വീണു. പൂർവരൂപം കിട്ടിയവർ സ്തുതിച്ചു ഭക്ത്യാ. വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം. ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന. സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ. ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാ. മരം വീണ ശബ്ദം കേട്ടു എല്ലാവരും ഓടിയെത്തി. ദുർനിമിത്തം പലതായി ചർച്ചകളായി. വൃന്ദാവനം തേടിപ്പോയി ഗോപാലന്മാരെല്ലാവരും. ഭഗനെയും വത്സനെയും വധിച്ചു കൃഷ്ണൻ. വനത്തിൽ പോയി എല്ലാവർക്കും ഒരുമിച്ചു ഭക്ഷിച്ചിടാം. വനമാലി പലവിധ ഭോജ്യമെടുത്തു. പാമ്പായി വന്ന അഘനെയും കൊന്നു തള്ളി വാസുദേവൻ. പല പല ലീലയാടി അത്ഭുതം തന്നെ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ
രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധിക കൃഷ്ണ രാധേ കൃഷ്ണ ഗോപി കൃഷ്ണ രാധേ കൃഷ്ണ ഗോപി കൃഷ്ണ രാധേ കൃഷ്ണ ഗോപി കൃഷ്ണ ഗോപാല കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗുരുവാദേശ രാധാ ഗോവിന്ദ. കണ്ണൻ പിറന്നു, എൻ്റെ കണ്ണൻ പിറന്നു, ദേവകീ വസുദേവർക്കു ഉണ്ണി പിറന്നു. കണ്ണൻ പിറന്നു, എൻ്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. കണ്ണൻ പിറന്നു, കാർവർണ്ണൻ പിറന്നു, നന്ദയശോദാദികൾക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, ദേവൻ മണ്ണിൽ പിറന്നു, കണ്ണിനു കർപ്പൂരമായി ഉണ്ണി പിറന്നു. കണ്ണൻ പിറന്നു, ഗോപബാലൻ പിറന്നു, ഗോപികൾക്കു കാന്തനാകാൻ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, കംസനാകെ ഭയന്നു, ദുഷ്ടജന നിഗ്രഹത്തിനുണ്ണി പിറന്നു. കണ്ണൻ പിറന്നു, പൂർണ്ണബ്രഹ്മം പിറന്നു, ബ്രഹ്മാദികൾക്കീശനാകും ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, നാദബ്രഹ്മം പിറന്നു, ഓടത്തണ്ടിൽ ഗാനം ചേർക്കാൻ ഉണ്ണി പിറന്നു. കണ്ണൻ പിറന്നു, ദേവനെന്നിൽ നിറഞ്ഞു, എൻ്റെ ഹൃത്താം തൊട്ടിലിലോ ഉണ്ണി കിടന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, കൃഷ്ണ ഗോപാല ഹരേ, കൃഷ്ണ ഗോപാല ഹരേ, കൃഷ്ണ ഗോപാല ഹരേ, കൃഷ്ണ ഗോപാല ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
ദേവകീ വസുദേവർക്കുണ്ണി പിറന്നു, നന്ദയശോദാദികൾക്കുണ്ണി പിറന്നു. ലോകത്തിൽ മംഗളം നൽകിയിടുവാനായി ലോകൈക നായകൻ മണ്ണിൽ പിറന്നു. ലോകൈക നായകൻ മണ്ണിൽ പിറന്നു. ലോകത്തിൻ്റെ ശോകത്തെ ഇല്ലാതെയാക്കാൻ ലോകൈകനാഥനായ ഭഗവാൻ, ഉത്തമശ്ലോകനായ ഭഗവാൻ അവതരിച്ച കഥ അതാണ് നമ്മൾ കേട്ടത്. ദേവകീ വസുദേവപുത്രനായിട്ട് പിറന്ന ഭഗവാൻ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനായിട്ട് വളർന്ന രംഗങ്ങൾ, അവതാര മഹോത്സവം, നന്ദോത്സവം. തനിക്ക് മകനുണ്ടായ വിവരം അറിഞ്ഞ് നന്ദഗോപര് എത്രയാ സന്തോഷിച്ചതെന്ന് പറഞ്ഞാൽ നിശ്ചയില്ല. ഇങ്ങനൊരു ഉണ്ണി ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. രണ്ടുപേർക്കും പ്രായം ഏറെയായി. ഏതായാലും ആ ഉണ്ണി ഉണ്ടായത് കേട്ടില്ലേ, എല്ലാവരെയും വിവരം അറിയിച്ചു. ഗോപാലന്മാർ, ഗോപികമാരൊക്കെ അവർക്ക് ഒരു ഉണ്ണി ഉണ്ടായ സന്തോഷമാണ്. കാരണം അവരെ വേണ്ട പോലെ മുന്നോട്ട് നയിക്കാൻ നന്ദഗോപർക്ക് ശേഷം വ്രജനായകനായി വ്രജേശ്വരനായ ഒരു ഉണ്ണി പിറന്നിരിക്കണു. രോഹിണിക്ക് ഒരു ഉണ്ണിയുണ്ട് അവിടെ, വെളുത്തൊരു ഉണ്ണി. അത് വസുദേവരുടെ പുത്രനാണ്. ഇപ്പോൾ ഇതാ നന്ദഗോപർക്കൊരു പുത്രനുണ്ടായിരിക്കണു എന്നവർ വിചാരിക്കണു. ബ്രാഹ്മണരൊക്കെ എത്തിച്ചേർന്നു. അവരെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന് ഉണ്ണിയുടെ ജാതകർമ്മം വിധി പോലെ നിർവഹിച്ചു. പിതൃക്കൾക്കുള്ള തർപ്പണം, ദേവന്മാർക്ക് പൂജ, ഉത്തമ പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം, അതേപോലെ എള്ളിൻകുന്നുകൾ, 7 എള്ളിൻകുന്നുകൾ രത്നങ്ങളും വീരാളിപ്പെട്ടുകൊണ്ടൊക്കെ അലങ്കരിച്ച് ദാനമായിട്ട് കൊടുക്കണു. ബ്രാഹ്മണർ മംഗളസൂക്തങ്ങൾ ജപിക്കണു. സൂതമാഗധവന്തികൾ വന്ന് സ്തുതിക്കണു. ആകാശവീതിയിൽ ഗന്ധർവന്മാർ പാട്ടുപാടുന്നു. എല്ലായിടത്തും ആനന്ദം ആനന്ദം. പശുക്കളെയും കാളകളെയും ഒക്കെ മഞ്ഞൾപ്പൊടി കലക്കിയ എണ്ണ തേച്ച് ഗംഭീരമായിട്ട് നല്ലോണം തേച്ച് കുളിപ്പിച്ചു. പിന്നെയോ മനയോല, മയിൽപ്പീലി, വസ്ത്രം, പൊന്നിൻ്റെ ചങ്ങല ഒക്കെ അവയെയും അലങ്കരിച്ചു എന്ന് പറയുന്നു. മനോഹരമായിട്ടുള്ള കുപ്പായങ്ങൾ, തലപ്പാവൊക്കെ ധരിച്ചും കൊണ്ടാണ് ഗോപാലന്മാർ അങ്ങോട്ട് വരുന്നത്. പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങൾ അവർ നന്ദഗോപരുടെ ആ ഉണ്ണിക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അതേപോലെ വ്രജേശ്വരിയെ യശോദയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണമില്ല, എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. എന്നാലും ആ തൽപ്പത്തിൽ ഇങ്ങനെ കിടക്കണു. ആ കാർമേഘവർണ്ണനൊപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഗോപികമാർ പലതരത്തിലുള്ള വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. വന്ന് ആ ഉണ്ണിയെ നല്ലോണം അവരിങ്ങനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. കുട്ടിക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് അതേ ഭഗവാനോട് തന്നെ അവർ പ്രാർത്ഥിച്ചു. ഇതിനുശേഷം ഇവർ ആ പീച്ചാങ്കുഴലിൽ പലതരത്തിലുള്ള ആ മഞ്ഞപ്പൊടി ചായമൊക്കെ കലക്കി അങ്ങടും ഇങ്ങടും ദേഹത്തിലേക്ക് ഒഴിക്കുക, ഉറക്കുറക്ക പാട്ടുപാടുക. കാഴ്ചദ്രവ്യങ്ങളായിട്ട് കൊണ്ടുവന്നത് എന്തൊക്കെയാ? തൈര്, വെണ്ണ, പാല്, ഇതൊക്കെയാണ്. അവർ കൊണ്ടുവരിക മാത്രമല്ല, അതിൽ ആരുടെയോ ഒരാളുടെ കയ്യിൽ നിന്ന്. കാരണം ഈ യശോദയുടെ ആ ഉണ്ണി കിടക്കണ മുറിയുടെ ചുറ്റും, ആ തൽപ്പത്തിന് ചുറ്റും, കട്ടലിന് ചുറ്റും ഇങ്ങനെ നടക്കുക ഇവർ പാട്ടൊക്കെ പാടിക്കൊണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ആ ഉണ്ണിയെ കണ്ടവർ ആർത്തു വിളിക്കുന്നു. അവരെന്താ പറയണത്? ആ ഉണ്ണി ഒന്ന് നോക്കൂ, കറുപ്പിന് 7 അഴക് എന്ന് പറയുന്നത് ഇപ്പോഴാണ്. എന്തൊരു ഭംഗിയാണ് ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അതെയോ, നീ പോയി കണ്ടുവോന്നാ ഒരു ഗോപിക. കണ്ടുവോന്നോ? കണ്ടിട്ടും എനിക്ക് മതിയാവണില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോവും. അതിനുശേഷം ഗൃഹത്തിലെ ജോലികൾക്കായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും തിരക്കായി ആ ഉണ്ണിയെ കാണാനുള്ള തിരക്ക്. ആ ഉണ്ണിയെ കാണുമെന്ന് പറഞ്ഞാൽ അതാണ് രസം. ഉണ്ണിയെ കാണൽ മാത്രമല്ല, ഉണ്ണി നമ്മളെയും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉണ്ണി കണ്ണും തുറന്നാ കിടക്കണത്. ഇപ്പം ജനിച്ച കുട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കണ്ണിങ്ങനെ തുറന്ന് കിടക്കണു. നീലാരവിന്ദ സദൃശമാകും നീലമേഘശ്യാമളൻ തൻ കൺകൾ. എന്തൊരു ഭംഗിയാണ് നീലാരവിന്ദം എന്ന് പറഞ്ഞാൽ അതാ. ആ കണ്ണുകൾക്ക് എന്തൊരു ഭംഗിയാണ് കാണാൻ, നമ്മളിങ്ങനെ നോക്കിയിരിക്കണത് പോലെ. പിന്നെയോ ചെന്തൊണ്ടിപ്പഴത്തിന് ശോഭ കുറയും ആ ചുണ്ട് കണ്ടു കഴിഞ്ഞാൽ. എന്തൊരു ഭംഗി! അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേശ്ശെ പുഞ്ചിരി ഇങ്ങനെ കാണാനുണ്ട്, നമ്മളിങ്ങനെ നോക്കണത് പോലെ. എന്തൊരു രസമാണ് അവിടെ. അപ്പോൾ ഈ പാലും വെണ്ണയും തൈരും ഒക്കെ കൊണ്ടുവന്ന് അവരിങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഏതോ ഒരു ഗോപാലൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മണ്ണിൻ്റെ പാത്രത്തിലുണ്ടായിരുന്ന പാല് മുഴുവൻ തൂവി വേറൊരു ഗോപികയുടെ മേത്തയ്ക്ക്. അപ്പോഴോ ചെയ്തു? അവരുടെ കയ്യിലുണ്ടായിരുന്ന തൈരെടുത്ത് വേറൊരാളുടെ മേത്തയ്ക്ക്. ഇത് കഴിഞ്ഞപ്പോഴേക്കും കുറേ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും മാറി നിൽക്കുന്നുണ്ട്. അവരുടെ മേത്തയ്ക്ക് വെണ്ണ എടുത്ത് എറിയാൻ തുടങ്ങി.
അവിടെ മുഴുവൻ ആനന്ദം ആനന്ദം. പാട്ടുകാർ, നൃത്തക്കാർ, സൂതമാഗത വന്ദികൾ, അവർക്കൊക്കെ നന്ദഗോപുരം വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. രോഹിണീദേവിയും വലിയ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കണു. അങ്ങനെ ലക്ഷ്മീ വല്ലഭനായിരിക്കുന്ന ഭഗവാന്റെ വാസസ്ഥാനമായി തീർന്നു നന്ദഗോകുലം. ഇതേവരെ വൈകുണ്ഠമായിരുന്നു വെച്ചാൽ ഇപ്പോൾ ഐശ്വര്യസമൃദ്ധമായി ലക്ഷ്മീദേവിയുടെ കളിപ്പന്തലായി മാറിയെന്നാണ് പറയണത്. എല്ലാവരും മതിമറന്ന് ആഹ്ലാദിക്കണു. അപ്പോഴാണ് നന്ദഗോപുരക്ക് ഓർമ്മ വന്നത്, ഉണ്ണി പിറന്നു, അഷ്ടവിരോഹിണി ഒക്കെ ശരിയാണ്, നല്ല ദിവസമാണെന്നാണ് എല്ലാവരും പറയണത്. ഉണ്ണി മഹാകേമനായിട്ട് തീരുന്ന ബ്രാഹ്മണരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 3-4 ദിവസം കഴിഞ്ഞത് അറിയണില്ല, രാത്രി ആവണത് എപ്പോഴാണ് പകലാവണത് എപ്പോഴാണെന്നൊന്നും അറിയണില്ല. അങ്ങനെ ആ കംസന് കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദഗോപുര് മധുരയിലേക്ക് പോണു. ഗോകുലത്തെ രക്ഷിക്കാൻ ഗോപന്മാരോട് പറഞ്ഞു, നിങ്ങൾ നോക്കണം, കുട്ടികൾ 2 പേരുണ്ട് ഇവിടെ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, എന്താ ആവശ്യമുണ്ടെങ്കിലും. നന്ദഗോപുര് 4-5 ഗോപന്മാരോട് കൂടി അവിടുന്ന് മധുരയിലേക്ക് ചെല്ലണു. മഹാരാജാവിനെ മുഖം കാണിച്ചു, കപ്പം കൊടുത്തു. എന്നാൽ പിറ്റേന്ന് ഗോകുലത്തിലേക്ക് പോകാമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് നേരെ വസുദേവരുടെ അടുത്തേക്ക് ചെന്നത്. അങ്ങനെ വസുദേവര് തനിക്ക് വളരെ അനുജാത തുല്യനാണ്, ഒരു അനിയനെ പോലെയാണ്. പാവം ഇത്ര ചെറുപ്പത്തിൽ തന്നെ എത്രയാ ദുഃഖം അനുഭവിച്ചത്. 6 ഉണ്ണികളെ ആ കംസൻ നിഗ്രഹിച്ചു. 7ാമതൊരു പെൺകുട്ടി ഒരെണ്ണം അലസിപ്പോയത് കേൾക്കണു. പിന്നെ 8ാമതൊരു പെൺകുട്ടിയാണ് അത്ര ഉണ്ടായത്. അത് ആകാശവീതിയിലേക്ക് ഉയർന്ന് ഒരു ദേവിയായിട്ട് മാറി എന്നൊക്കെ കേട്ടു. എന്തായാലും ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നു, കണ്ടു. വസുദേവർ പറഞ്ഞു, എനിക്കും വലിയ സന്തോഷമായി, അങ്ങയ്ക്കൊരു പുത്രനുണ്ടായി എന്ന് കേട്ടപ്പോൾ. അങ്ങ് ആ പുത്രാശയിൽ നിന്നിപ്പോൾ നിവർത്തിച്ചുല്ലോ, വലിയ സന്തോഷം. അതേപോലെ ആ ഗോകുലത്തിലെ പശുക്കൾക്കും ഒക്കെ പുല്ലും വെള്ളമൊക്കെ ധാരാളം കിട്ടണ പോലെ വളരെ സുഖമായിട്ട് കഴിയണില്ലേ. എൻ്റെ ആ ഉണ്ണി രോഹിണിയുടെ കൂടെ താമസിക്കുന്നുണ്ടെന്ന് അറിയണു. സ്വന്തം മകനെ പോലെ ആ കുഞ്ഞിനെയും അങ്ങ് ലാളിച്ച് വളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. നന്നായി. നന്ദഗോപുരം പറഞ്ഞു, ഞാനിപ്പോൾ എന്താ അങ്ങയുടെ അടുത്ത് പറയുക, കംസൻ ആ കുട്ടികളെയൊക്കെ കൊന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ അങ്ങ് ആ കാരാഗ്രഹത്തിൽ കിടക്കണതുകൊണ്ട് കാണാൻ വരാൻ പറ്റിയില്ല. ഏതായാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇങ്ങനെ നന്ദഗോപുരം വസുദേവരെ സമാധാനിപ്പിച്ചപ്പോഴാണ് വസുദേവർ പറഞ്ഞത്, എന്തൊക്കെയോ ആപത്തുകൾ ഉണ്ടാവാൻ പോണതായിട്ട് ഇങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, വേഗം ഗോകുലത്തിലേക്ക് പൊക്കോളൂ, ഇനി ഇവിടെ താമസിക്കേണ്ട, ഇപ്പം തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ കാളവണ്ടിയിൽ ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി നന്ദഗോപുരം തിരിച്ചുപോയി. ആ സമയത്ത് ഗോകുലത്തിൽ അത്യാപത്ത് എന്ന വസുദേവരുടെ വാക്കാണ് എപ്പോഴും നന്ദഗോപുര ചെവിയിൽ. അവിടെ ഒരു അത്യാപത്തുണ്ടായി. പക്ഷേ ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം, ഹരിസ്മൃതി എല്ലാ ആപത്തുകളെയും ഇല്ലാതെയാക്കുന്നതല്ലേ, ആ ഹരിയാണ് അവിടെ വന്ന് പിറന്നിരിക്കുന്നതെന്ന് നന്ദഗോപുരക്ക് ഇപ്പോൾ അറിയില്ല. ഏതായാലും എന്താപത്ത് വന്നാലും ആ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നിങ്ങനെ വിചാരിച്ച് അവിടുന്ന് വരുന്നു. അപ്പോഴാണ് കംസൻ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ആരാ വേണ്ടതെന്ന് ആലോചിച്ച് പൂതനയെ അതിനായിട്ട് തിരഞ്ഞെടുത്തു. സ്ത്രീകളാകുമ്പോൾ പ്രസവിച്ച കുട്ടികളൊക്കെ എടുക്കാൻ എളുപ്പമാണ്. അന്ന് കാലത്തൊക്കെ അങ്ങനെ ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു അത്രേ. ചെല്ലുന്ന സ്ത്രീകളെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുക, സ്നേഹവാത്സല്യത്തിൻ്റെ പ്രതീകമായിട്ട്. അപ്പോൾ പൂതനയോട് പറഞ്ഞു, എന്നാൽ നീ പോയാൽ മതി. പൂതന പറഞ്ഞു, ഞാൻ പൊക്കോളാം. അപ്പോൾ എങ്ങനെയാണ് പോണത് എന്നായി. അപ്പോൾ പറഞ്ഞു, ഞാൻ പുതിയൊരു വേഷത്തിലാണ് പോണത്. അത് നന്നായി. ഏതായാലും ഈ ദംഷ്ട്രകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അതിസുന്ദരിയായിട്ട് കാമചാരിണിയും കാമരൂപിണിയുമായിരിക്കുന്ന പൂതന, കംസേന പ്രഹിതാഘോര പൂതന ബാലഘാതിനി, കുട്ടികളെ കൊല്ലുന്നതിൽ വലിയ സന്തോഷമുള്ളവളാണ്. രാക്ഷസി, രുധിരാശന, രക്തം കുടിക്കലാണ് അവളുടെ പ്രധാന ജോലി. ഏതായാലും ആ ഭഗവാനെ ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ തൻ്റെ സ്വാമിയുടെ അന്തകനായി പിറന്നിരിക്കുന്ന വിഷ്ണുവിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവൾ വന്നേക്കണത്. ഏതായാലും ആ നന്ദഗോപുരം ഇങ്ങനെ വിചാരിച്ചു, ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചു. അങ്ങനെ കുട്ടികളെ കൊന്നും കൊണ്ട് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഗോകുലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഭഗവാന്റെ ആ മഹിമാതിശയമുള്ള നന്ദഗോപുര ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. സാധാരണ രീതിയിലെ ഗൃഹങ്ങളിലേക്കൊന്നും ഇവൾക്ക് പോകാൻ പറ്റിയില്ല, സത്വഗുണപ്രധാനമായിട്ടുള്ള ഗൃഹങ്ങളിലേക്ക്. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ നാമം എവിടെയുണ്ടോ അവിടേക്ക് രാക്ഷസന്മാർക്കൊന്നും പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാലും ഒരു യുവതിയുടെ, അതിസുന്ദരിയായിട്ടുള്ള യുവതിയുടെ വേഷത്തിൽ അവൾ നന്ദഗോപുര ഗൃഹത്തിലെത്തി. ഭഗവാനും തീർച്ചപ്പെടുത്തി, ഇങ്ങോട്ട് പോന്നോട്ടെ, അവളെ
പൂതനയെ പൂതയാക്കാം, ശുദ്ധയാക്കാമെന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. അങ്ങനെ പൂതന അതിഗംഭീരമായിട്ടുള്ള വേഷവിധാനങ്ങളോടുകൂടിയാണ് വന്നത്. സാക്ഷാൽ ലക്ഷ്മി ഭഗവതി വൈകുണ്ഠത്തിലേക്ക് വരികയാണോ എന്ന് പോലും ഗോപികമാർക്ക് തോന്നിയിത്രേ. ചിരപരിചിതയെപ്പോലെ എല്ലാവരെയും ചിരിച്ച് അവരെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് കയ്യിലുള്ള കളിത്താമരങ്ങനെ വീശി അവൾ നന്ദഗോപുര ഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ചോദിച്ചു, കുട്ടികൾ എവിടെ കിടക്കണു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാ 2 പേര് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അങ്ങനെ പൂതന യശോദയും രോഹിണിയും ഗോപികമാരും ഒക്കെ മറ്റ് പ്രവർത്തികളിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കണ സമയം, യശോദ പ്രസവിച്ചിട്ട് അഷ്ടമിരോഹിണി കഴിഞ്ഞ് 14 ആയിട്ടുള്ളൂ. കർത്തവാവിൻ്റെ അന്ന് തന്നെ ഭഗവാൻ ഇവളെ പറഞ്ഞയക്കാം, കാലപുരിയിലേക്ക് അയക്കാം, മോക്ഷം കൊടുക്കാമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ അവൾ വന്നു. എന്നിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. മറ്റ് യശോദയും രോഹിണിയും ഒക്കെ അകത്തേക്ക് പോയ സന്ദർഭത്തിൽ ഒന്നിങ്ങനെ നോക്കി. 2 പേരും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു വെളുത്ത ഉണ്ണിയുണ്ട്, ഒരു കറുത്ത ഉണ്ണിയുണ്ട്. 2 പേരും പരസ്പരം ഒന്ന് നോക്കി. അനിയൻ എന്തു ചെയ്തു? 2 കണ്ണുകളും അടച്ചു കിടന്നു. അപ്പോൾ ഏട്ടനും വിചാരിച്ചു എന്നാൽ അനിയൻ ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഏട്ടനും അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അപ്പോഴാണ് പൂതനയുടെ വരവ്. പൂതന വന്നു കഴിഞ്ഞിട്ടോ ചരാചരാത്മാസ നിമീലിതേക്ഷണ ഭഗവാൻ കണ്ണുകൾ അടച്ചു. ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുക, എന്താ കണ്ണുകൾ അടച്ചത്? ഭക്തന്മാർ അതിന് പല 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 വ്യാഖ്യാനങ്ങളും കാണിക്കുന്നുണ്ട്. ഇവള് അവിദ്യയാണ്, ഇവളെ എനിക്ക് കാണണ്ട. ഇവള് അമ്മവേഷം കപടമായിട്ട് കെട്ടിയ ആളാണ്, അതുകൊണ്ട് ഇവളെ എനിക്ക് കാണണ്ട. ഞാൻ ദേഷ്യത്തോടു കൂടി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവളൊരു പിടി ഭസ്മമായിട്ട് തീരും, അപ്പോൾ ലീലയുടെ മാധുര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് കാണണ്ട. ഞാൻ സ്നേഹത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവളൊരു ഗോപികയായി മാറും, അതുകൊണ്ട് ഇവളെ എനിക്ക് കാണണ്ട എന്നിങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട്. അതേപോലെ ഇപ്പോൾ പാലും വെണ്ണയും തൈരൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഈ ജന്മത്തിൽ ഇപ്പോൾ ഈ പുതിയ അവതാരത്തിൽ എന്തായി? ആദ്യം തന്നെ വിഷ കഴിക്കാൻ പോണത്. പിന്നെ രാമാവതാര കാലത്തിലെ ഒരു ദോഷം ആളുകൾ പറഞ്ഞിരുന്നു തന്നെപ്പറ്റി. സ്ത്രീയെ കൊന്നവൻ കൃഷ്ണാവതാരത്തിലും ആദ്യമായിട്ട് ഒരു സ്ത്രീയാണ് കൊല്ലാൻ പോണത്. അന്ന് താടക, ഇന്ന് പൂതന. പിന്നെ ഇവളെ എങ്ങനെ കൊല്ലണം എന്നാലോചിച്ചു ഭഗവാൻ കണ്ണടയ്ക്കുമല്ലോ നമ്മൾ ആലോചിക്കുമ്പോൾ. അതേപോലെ തന്നെ ഇവള് എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ എന്നാലോചിച്ച് കണ്ണടച്ചു. ഇങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട് കണ്ണടച്ചു. പിന്നെ സാധാരണ പറയാറുണ്ട്, കയ്പേറിയ വസ്തുക്കളൊക്കെ കഴിക്കുമ്പോൾ കണ്ണടച്ച് കഴിക്കുക. കുട്ടികളൊക്കെ കഷായം കുടിക്കാൻ പറയുമ്പോൾ കുട്ടികൾ പറയും നല്ല കയ്പുണ്ട് അമ്മേ എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് പറയും? അത് സാരില്ല ഉണ്ണി, കണ്ണടച്ച് കുടിച്ചോളൂ. അമ്മയെ വിശ്വസിച്ച ഉണ്ണി കണ്ണടച്ച് കുടിക്കും. കയ്പുണ്ടോ? കയ്പില്ല എന്നൊക്കെ പറയും. അപ്പോൾ കയ്പേറുന്ന ഇവളുടെ ഈ മുലയിൽ പുരട്ടിയിരിക്കുന്ന കാളകൂട വിഷം അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള വിഷം അത് കഴിക്കാൻ അതിന് മുമ്പ് ഭഗവാൻ കണ്ണടച്ചു. ഇങ്ങനെ പല പല കാരണങ്ങൾ. പിന്നെ എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ്. അപ്പോൾ ഭഗവാന്റെ ഉള്ളിലുള്ള സകല ചരാചരങ്ങളും ഈ വിഷം ഭഗവാൻ കഴിക്കാൻ പോണ കണ്ടപ്പോൾ പേടിച്ചു പറിച്ചു അത്രേ. അവരോടൊക്കെ സാരമില്ല എന്നുള്ള മട്ടിൽ ഭഗവാൻ കണ്ണടച്ചു. സജ്ജനങ്ങൾ പല രീതിയിലും വ്യാഖ്യാനിക്കാറുണ്ട്. പിന്നെയോ മറ്റൊന്ന്, സാക്ഷാൽ മഹാദേവനെ ഭഗവാൻ മനസ്സിൽ ധ്യാനിച്ചു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അങ്ങയ്ക്ക് ഈ ആളെ മനസ്സിലായോ? മഹാദേവൻ പറഞ്ഞു, എന്താ മനസ്സിലാവാത്തത്? അല്ല അങ്ങയ്ക്ക് ഇങ്ങനെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ മനസ്സിലാവാറില്ല, അവരുടെ പിന്നാലെ ഓടിക്കളിക്കാറുണ്ട് ഇല്ലേ? മഹാദേവൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അത് അവിടുന്ന് വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആരാ പിന്നാലെ വരാണ്ടിരിക്കുക? അവിടുത്തെ ആ പാദപത്മങ്ങളെ ആശ്രയിക്കാൻ ആരാ മോഹിക്കാത്തത്? അപ്പോൾ മോഹിനി രൂപം കെട്ടി അവിടുന്ന് വന്നപ്പോൾ ഞാൻ മോഹിച്ചു പോയി, ശരിയാണ്, സമ്മതിച്ചു. കാമാരിയായ എന്നിൽ പോലും കാമമുണ്ടാക്കുന്ന സൗന്ദര്യോത്തരതോപി സുന്ദരതരമാണ് അവിടുത്തെ രൂപം, സംശയമില്ല. പക്ഷേ ഇവള് കംസേന പ്രഹിത ഘോര പൂതന ബാലഘാതിനി രാക്ഷസി രുധിരാശന പോരെ, ആ മതി. ഭഗവാൻ പറഞ്ഞു മനസ്സിലായി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ കുറച്ച് വിഷം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ എന്നോട്? അല്ല അങ്ങക്ക് വിഷം കഴിച്ച് ശീലമുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, അങ്ങയ്ക്കോ ഈ വിഷമല്ല, ഈ ലോകം മുഴുവൻ അങ്ങയുടെ ഉള്ളിലാണ്. അപ്പോൾ പിന്നെ വിഷമെന്നോ അമൃതെന്നോ അങ്ങക്കൊരു വ്യത്യാസമില്ല. എനിക്ക് അന്ന് എൻ്റെ കഴുത്ത് മാത്രം നീലനിറമായി. ഞാൻ സ്ഫടിക സദൃശൻ എന്നാണ് എന്നെ പറയാറ്. വെളുത്ത നിറത്തിൽ, കഴുത്ത് മാത്രം നീല നിറം. ഇപ്പോഴോ കഴുത്തിൻ്റെ ചുറ്റും ഞാൻ കരുതാകങ്ങളെയൊക്കെ ചുറ്റി അങ്ങനെ കൊണ്ടു നടക്കണമെന്നേ ഉള്ളൂ. അങ്ങയ്ക്കോ അത് കുഴപ്പമില്ല, അങ്ങ് നീലമേഘശ്യാമളവർണ്ണനാണ്. അങ്ങയുടെ ഈ മേഘശ്യാമളവർണ്ണത്തിന് കുറച്ചുകൂടി മിനുപ്പ് ഏറും ഈ വിഷം കൂടി കഴിച്ചാൽ നന്നാവും. മഹാദേവൻ്റെ വാക്കുകൾ കൂടി കേട്ടു അത്രേ ഭഗവാൻ. എന്തായാലും എല്ലാവരുടെയും ആത്മാവായ ഭഗവാന്
ഇത് പൂതനയാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമം ഉണ്ടായില്ല. ഒന്നും അറിയാത്തവനെ പോലെ കണ്ണടച്ചു കിടന്നു. തൻ്റെ അന്തകനായിരിക്കുന്ന ഉണ്ണിയെ പൂതന മടിയിലെടുത്തു വെച്ചു. പാമ്പിനെ കയറാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ എന്നൊക്കെയാണ് ഭാഗവതം പറയണത്. ഏതായാലും പൂതന വിചാരിച്ചു ഉറങ്ങുന്നവനെ എടുക്കാം, അത് കഴിഞ്ഞ് അവനെ കൊന്നതിന് ശേഷം ഈ ഉണർന്നു കിടക്കുന്നവനെയും നിഗ്രഹിച്ചിട്ട് അങ്ങോട്ട് പോവാം, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ് വിചാരിച്ചത്. ഭഗവാൻ എന്നും ഭക്തന്മാരുടെ പക്ഷം ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു, ഇവളെ ഈ കൃഷ്ണാവതാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ, എല്ലാവർക്കും മോക്ഷം കൊടുക്കുക എന്നാണ്. കാമാത് ദ്വേഷാത് ഭയാത് ഏത് രൂപത്തിലായിക്കോട്ടെ എന്നെ ഒന്ന് സ്മരിച്ചാൽ, ഇപ്പം എന്താ എന്നെ സ്മരിക്കുകയും എന്നെ സ്പർശിക്കുകയൊക്കെ ചെയ്യല്ലേ, എങ്കിൽ കൊടുക്കാം എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. അങ്ങനെ ആ ഉണ്ണിയെ പൂതന മടിയിലെടുത്തങ്ങനെ വെച്ചു. മടിയിലെടുത്ത് വെച്ചപ്പോഴാണ് ഇതുവരെ അനുഭവപ്പെടാത്ത ഒരാനന്ദം. ഇതേവരെ താൻ കണ്ടിട്ടില്ല, ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആനന്ദം. ആ പൂതനയുടെ ഹൃദയത്തിലും മാതൃവാത്സല്യം അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയത്രേ. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. ആ ആനന്ദാനുഭൂതിയിലെല്ലാം മറന്നിരുന്ന പൂതനയെ ഭഗവാൻ തന്നെ വിളിച്ചുണർത്തി. ഉണ്ണിമൂത്രം പുണ്യാഹം. ഭഗവാന്റെ ആ പുണ്യാഹം തളിക്കൽ കഴിഞ്ഞപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ ആ മേശാന്തി തീർത്ഥം തെളിക്കുമ്പോൾ അത് ദേഹത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി. ഇവിടെ ഭഗവാൻ ഉണ്ണിമൂത്രം കൊണ്ടാണ് പുണ്യാഹം നടത്തിയത്. ചേല നനഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, എന്താ ഈ ഉണ്ണി കാണിക്കണത്, ഉണ്ണിക്ക് വിശക്കുണ്ടെങ്കിൽ പാല് തരാം എന്നൊക്കെ പറഞ്ഞ് ആ പൂതന തൻ്റെ വിഷം പുരട്ടിയ സ്തനം ഉണ്ണിയുടെ വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. വിഷം പുരട്ടിയ മുലയൂട്ടിക്കൊണ്ടായിരുന്നു അവൾ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നേറുന്നത്. ഇവിടെയും അങ്ങനെയാണ് വിചാരിച്ചത്. മുല കൊടുത്തത് കുട്ടിക്കാണെങ്കിലും സ്വീകരിച്ചത് ഭഗവാനാണ് അല്ലേ. എന്തു കൊടുത്താലും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേക്ഷതി, ഭക്തിയോടുകൂടി തന്നാലും ഇനി എന്തെനിക്ക് തന്നാലും കയ്യിലുള്ളതൊക്കെ എനിക്ക് തരികയാണ്. പൂതനയുടെ കയ്യിൽ അതേ ഉള്ളൂ, വിഷമേ ഉള്ളൂ. അത് ഒരു വിഷമവും ഇല്ലാതെ അവൾ ഭഗവാന് കൊടുത്തപ്പോൾ അവളുടെ ഈ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും തീർത്ത് ഭഗവാൻ അവളേതാ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. വിഷ്ണു ലോകത്തിലേക്ക് പറഞ്ഞയച്ചു ഭഗവാൻ. എങ്ങനെയാ? അവളുടെ മുല കുടിക്കുന്നതോടുകൂടി അവളുടെ മൂലത്തെ കൂടി അവളുടെ ആ പ്രാണനെ കൂടി ഭഗവാൻ വലിച്ച് കുടിക്കാൻ തുടങ്ങി. സാ മുഞ്ചാലമിതി പ്രഭാഷിണി. അവൾ ആദ്യം പറഞ്ഞു വിടൂ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഭഗവാൻ വിടാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ വിട്ടു തരില്ല, ഞാൻ എല്ലാവരെയും എന്നിലേക്ക് അടുപ്പിക്കുന്നവനാണ്, അതുകൊണ്ടാണ് എനിക്ക് പേര് തന്നെ എനിക്ക് കൃഷ്ണൻ എന്ന് വരാൻ പോണത്, എല്ലാവരെയും ആകർഷിക്കുന്നവനാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ വിടില്ല എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. പ്രാണവേദന വന്നു പൂതനയ്ക്ക്. യശോദയും രോഹിണിയൊക്കെ വന്നു നോക്കുമ്പോഴേക്കും അവളുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം വന്നു. അവളിതാ അലറിക്കരഞ്ഞും കൊണ്ട് ഇടിവെട്ടുന്നത് പോലെയുള്ള ആ മരണ നിലവിളി. ഗോപികമാരൊക്കെ ഓടി വന്ന് നോക്കുമ്പോൾ അതിസുന്ദരിയായി കണ്ട സ്ത്രീയുടെ സ്ഥാനത്ത് അതിഭീകരസ്വരൂപിണിയായിരിക്കുന്ന ഒരു സത്വം മലച്ചിങ്ങനെ വീണ് കിടക്കണു. അവർ ചെന്ന് നോക്കുമ്പോൾ പർവ്വതഗുഹ പോലെയുള്ള നാസികാദ്വാരങ്ങൾ, പൊട്ടക്കിണറിന് തുല്യമായിട്ടുള്ള കണ്ണുകൾ, കായൽ പോലെയുള്ള വയറ്, പുഴയിലെ തടയണ പോലെയുള്ള വലിയ കൈകാലുകൾ. അവളുടെ ആ ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പേടിയായി. പക്ഷേ അവർക്ക് എന്തോ ആ ഉണ്ണിയെ എടുത്തു കൊണ്ടുവരാൻ ഒരു പേടിയുണ്ടായില്ല എന്നാണ്. വലിയ കോണിയൊക്കെ അവളുടെ ദേഹത്തേക്ക് വെച്ചു. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവളുടെ ആ മരണവെപ്രാളത്തിൽ എത്രയോ അകലെയുള്ള മരങ്ങൾ വരെ കടപുഴകി താഴെ നിലംപതിച്ചു എന്നാണ്. ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു വീണു. അങ്ങനെ ഗോപികമാർ ആ ഉണ്ണിയെ വലിയ കോണിയൊക്കെ വെച്ച് കയറി അവിടെ കൊണ്ടുപോയി ആ ഉണ്ണിയെ അങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു. പിന്നെയോ അതിനുശേഷം ആ ബാധ ഒഴിയാൻ വേണ്ടി അവർ ഗോപികമാരുടെ ഇടയിൽ ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്, നാടൻ മന്ത്രവാദങ്ങൾ, അതൊക്കെ ചെയ്തു. പിന്നെയോ ഗോമൂത്രേണ സ്നാപയിത്വ, ആദ്യം ഗോപുച്ഛം കൊണ്ട് പശുവിൻ്റെ വാലുകൊണ്ട് ഒഴിഞ്ഞു. പിന്നെയോ ഗോമൂത്രേണ സ്നാപയിത്വ, ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു. ഭഗവാൻ നോക്കി, എന്നെ ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചത് ആരാണ് എന്നിങ്ങനെ നോക്കി. അത് മനസ്സിലായി. അതിനുശേഷം ആ പശുവിൻ്റെ കുളമ്പിൻ്റെ പൊടിയും ചാണകവും ഒക്കെ എടുത്ത് അത് 12 സ്ഥാനങ്ങളിൽ തൊട്ട് ജപിച്ചു. കേശവായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ. ഇതൊക്കെ കേൾക്കുമ്പോഴോ ഭഗവാൻ അവിടെ ഇങ്ങനെ നിന്ന് തലാട്ടിക്കൊണ്ടിരുന്നു, ഇതൊക്കെ ഞാൻ തന്നെയാണെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് യശോദാമ്മ നല്ലോണം ഉണ്ണിയെ കുളിപ്പിച്ചു, നല്ല വെള്ളം ഉപയോഗിച്ച് പട്ടോണ്ടൊക്കെ നല്ലോണം തോർത്തി.
അതിനുശേഷം ഗോപികമാരുടെ കയ്യിൽ തന്നെ കൊടുത്തു. ഗോപികമാർ ബാലരക്ഷ ജപിക്കാൻ തുടങ്ങി. അവ്യാദജോഘ്രിമണി മാംസ്തവ ജാന്വധോരു യജ്ഞോച്യുതം കടിതടം ജഠരം ഹയാസ്യ. അജൻ എന്ന ഭഗവാൻ നിൻ്റെ കാലടികളെ രക്ഷിക്കട്ടെ. കൗസ്തുഭധാരിയായിരിക്കുന്ന ഭഗവാൻ നിൻ്റെ കാൽമുട്ടുകളെ രക്ഷിക്കട്ടെ. യജ്ഞൻ തുടകളെയും അച്യുതൻ അരക്കെട്ടിനെയും ഹയഗ്രീവൻ വയറിനെയും രക്ഷിക്കട്ടെ. കേശവൻ നിൻ്റെ ഹൃദയത്തെ രക്ഷിക്കട്ടെ. ഈശൻ നിൻ്റെ മാറിടത്തെ രക്ഷിക്കട്ടെ. ഭഗവാൻ ശ്രീനാരായണൻ നിൻ്റെ കഴുത്തിനെയും വിഷ്ണു നിൻ്റെ കൈകളെയും ഉരുക്രമൻ നിൻ്റെ മുഖത്തെയും ഈശ്വരൻ നിൻ്റെ ശിരസ്സിനെയും രക്ഷിക്കട്ടെ. നിൻ്റെ മുൻഭാഗത്ത് ചക്രം ധരിച്ച ഭഗവാൻ, പിൻഭാഗത്ത് കൗമോദകി ധരിച്ച ശ്രീഹരി, ഇടതുഭാഗത്ത് വില്ലു ധരിച്ച ശാർങ്ങം ധരിച്ചിട്ടുള്ള ആ മധുസൂദനൻ, വലതുഭാഗത്ത് വാള് ധരിച്ച അജൻ, 4 കോണുകളിലുമായിട്ട് ശംഖ് ധരിച്ച ഉരുഗായൻ, നിൻ്റെ മുകൾ ഭാഗത്ത് ഗരുഡാരൂഢനായിരിക്കുന്ന ഉപേന്ദ്രൻ, ഭൂമിയിൽ ഹലായുധനായിരിക്കുന്ന സംഘർഷണൻ ഒക്കെ രക്ഷിക്കട്ടെ. എല്ലായിടത്തും പരമപുരുഷനായിരിക്കുന്ന സർവന്തര്യാമയിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിൽ ഭഗവാനെ ഗംഭീരമായിട്ട് തൊട്ട് ജപിച്ചു. ഭഗവാൻ ഇതൊക്കെ കേട്ടും കൊണ്ട് കിടന്നു. ആ ആൾ തന്നെയാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഇന്ദ്രിയങ്ങളെ ഋഷികേശൻ ജയിക്കട്ടെ, പ്രാണങ്ങളെ നാരായണൻ രക്ഷിക്കട്ടെ, ചിത്തത്തെ വസുദേവൻ, മനസ്സിനെ യോഗേശ്വരൻ, ബുദ്ധിയെ പ്രശ്നിഗർഭൻ, അതേപോലെ അഹങ്കാരത്തെ സംഘർഷണൻ, കളിക്കുന്നതിനെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ, കിടക്കുന്നതിനെ മാധവൻ രക്ഷിക്കട്ടെ, നടക്കുന്ന അവസരത്തിൽ വൈകുണ്ഠൻ രക്ഷിക്കട്ടെ, ഇരിക്കുമ്പോൾ ലക്ഷ്മീപതിയായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ, ആഹാരം കഴിക്കുമ്പോൾ യജ്ഞഭുക്കായിരിക്കുന്ന ഭഗവാൻ. ഇങ്ങനെ എല്ലാ രക്ഷകളും അവർ പറഞ്ഞു. പിന്നെ ഡാഗിനി, രാക്ഷസികൾ, കുഷ്മാണ്ഡങ്ങൾ, പിന്നെ കുട്ടികളെ, അർഭകഗ്രഹങ്ങൾ, ബാലഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിനക്ക് വരാതിരിക്കട്ടെ. എല്ലാവരും ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് ഇല്ലാതെയായി പോട്ടെ, നിനക്ക് രക്ഷ തരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണിയെ യശോദാമ്മ വാങ്ങി അമ്മിഞ്ഞൊക്കെ കൊടുത്തു. അപ്പോഴേക്കാണ് നന്ദഗോപുര് തിരിച്ചു വരണത്. നന്ദഗോപുര് നോക്കുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്ത് അങ്ങകലെ വരെ വൃക്ഷങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. വസുദേവൻ ഒരു പക്ഷേ പൂർവ്വജന്മത്തിൽ വല്ല ഋഷിയാവും, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉൾക്കണ്ണ് ഉണ്ടായത്. ഏതായാലും ഓടി വന്ന് നോക്കുമ്പോഴാണ് വലിയ ഭൈമാകാരമായിരിക്കുന്ന ശരീരത്തോടു കൂടി ഒരു രാക്ഷസി അവിടെ മരിച്ചു കിടക്കണു. ഗോപാലന്മാരും ഗോപികമാരും ഒക്കെ കഥകൾ പറഞ്ഞു കൊടുത്തു. നന്ദഗോപർക്ക് അത്ഭുതമായി. ഏതായാലും കളയപരം പരശുഭിക്ഷിത്വ, അത് വെട്ടിമുറിച്ച് അങ്ങകലെ കൊണ്ടുപോയി കത്തിക്കാൻ അവിടെ നിർദ്ദേശം കൊടുത്തു. അങ്ങകലെ കൊണ്ടുപോയി കത്തിച്ച എന്തിനാ? ഇത് കത്തുമ്പോണ്ടാകുന്ന അതിഭീകരമായിരിക്കുന്ന ആ ദുർഗന്ധം അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് ദുർഗന്ധമുണ്ടായില്ല എന്ന് മാത്രമല്ല, ചന്ദനം, അഗരു, ഗുൽഗുലു തുടങ്ങിയവയുടെ സുഗന്ധമാണ് അതിന്നുണ്ടായത്. ജിഘാംസയാഭിഹരയെ സ്തനം ദത്വാപസദ്ഗതിം. അപ്പോൾ ബാലഹത്യയായി ഇഷ്ടവിനോദമായിരിക്കുന്ന കുട്ടികളുടെ ചോര ഏറ്റവും ഇഷ്ടഭക്ഷണമായിരിക്കുന്ന അവളെ ഭഗവാൻ എന്തു ചെയ്തു? മുക്തയാക്കി കൊടുത്തു എന്നാണ്. കാളകൂടമാണെങ്കിലും ഭഗവാന് കൊടുക്കാൻ തോന്നിയില്ലോ. നമ്മളൊക്കെ നമ്മുടേതായിട്ട് പിടിച്ചു വയ്ക്കുക പതിവ്. ഭഗവാന് കൊടുക്കാറാകുമ്പോഴേക്കും നമ്മുടെ കയ്യൊന്ന് വിറയ്ക്കും, ഇത്ര കൊടുക്കണോ ഭഗവാന് എന്നുള്ള രീതിയിൽ. ഏതായാലും ശ്രീ ശിവബ്രഹ്മർഷി പറയുക, കാളകൂട വിഷം കൊടുത്ത ആ രാക്ഷസിയായ പൂതനയ്ക്ക് ഈ ഗതി കിട്ടിയെങ്കിൽ കിംപുന ശ്രദ്ധയാ. അപ്പം ശ്രദ്ധയോടുകൂടി പാല് കൊടുക്കുന്ന യശോദയുടെയും ഗോപികമാരുടെയും ഗതി എത്ര വലുതായിരിക്കും എന്നിങ്ങനെ പറയുന്നു. ആ പാദകമലങ്ങളെ ബ്രഹ്മാതിദേവന്മാർ ആ പാദാരവിന്ദങ്ങളെ ഒന്ന് സ്പർശിക്കാൻ മോഹിക്കണു. ആ പാദാരവിന്ദങ്ങൾ ആ പൂതനയുടെ മടിയിൽ എത്ര നേരമായിരുന്നത് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ആ പാദകമലങ്ങളെ കൊണ്ട് പൂതനയുടെ മടിയിൽ ചവിട്ടി കയറി ഭഗവാൻ അവളുടെ മുല കുടിച്ചില്ലേ? അതോടെ അമ്മമാർക്ക് ലഭിക്കുന്ന മോക്ഷാനുഭൂതി ഭഗവാൻ അവിടെ ഇങ്ങനെ കൊടുത്തു എന്നാണ്. ഇതാണ് പൂതനയുടെ ശരീരത്തിൽ നിന്ന് പുറമേക്ക് പൊങ്ങിയ പുകയുടെ മൗന സന്ദേശം അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചില മതങ്ങളിലൊക്കെ കാണാറുണ്ട്, പുക ഉയർന്നു കഴിഞ്ഞാൽ വെളുത്ത പുക ഉയർന്നാൽ ഇങ്ങനെ, കറുത്ത പുക ഉയർന്നാൽ ഇങ്ങനെ. ഇവിടെ എന്താ? ആ പുകയുടെ സുഗന്ധം കാണിച്ചു തരണു, മൗന സന്ദേശം നമുക്ക് പകർന്നു തരണു എന്നും ഇങ്ങനെ സൂചിപ്പിച്ചു. നന്ദഗോപുരും ഗോപന്മാരൊക്കെ അത്ഭുതപ്പെട്ടു, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ അവർ വിചാരിക്കണു. ഗോപികമാർ പറഞ്ഞതൊക്കെ നന്ദഗോപുര വിശേഷമായിട്ട് കേട്ടു. പറഞ്ഞു, ഈ പൂതനാമോക്ഷം കേൾക്കുന്ന ആളുകൾക്ക് അവിടെ പരമഗതി നേടാനായിട്ട് സാധിക്കും എന്നും അവിടെ പറഞ്ഞു. ഇവിടെ പരീക്ഷിത്ത്
പൂതനാമോക്ഷം കേട്ടപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ ഓരോ ലീലകളും അമൃതധാരയായി ആലോചന അമൃതമായി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കണു. കേട്ടിട്ടും മതിയാവണില്ല. അങ്ങനെ കേൾക്കും തോറും എന്തായി, മറ്റു കാര്യങ്ങളോടുള്ള ആഗ്രഹമില്ലാതെയായി തീർന്നു. മനസ്സ് ശുദ്ധമായി തീർന്നു. മനസ്സ് ഭഗവാനിൽ ഭക്തിയുള്ളതായിട്ട് തീർന്നു. അതുകൊണ്ട് ആ ബാലലീലകൾ കുറച്ചുകൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മർഷിയായിരിക്കുന്ന ശ്രീശുകൻ പറയാൻ തുടങ്ങി. ഭഗവാന്റെ 3ാമത്തെ മാസപ്പിറന്നാളിൻ്റെ അന്ന്, വാതിൽ പുറപ്പാട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 90ൻ്റെ അന്നെന്നോ, ഏതായാലും അതൊരു വിശേഷമായിട്ട് ആഘോഷിക്കുകയാണ്. അന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടത്തിപ്പൊക്കെ ഗോപികമാരെ, സ്ത്രീകളാണ് അതൊക്കെ നടത്തുക. ബ്രാഹ്മണർ ജപിച്ച മന്ത്രജലം കൊണ്ട് യശോദാദേവി കുഞ്ഞിനെ കുളിപ്പിച്ചു. പിന്നെ വസ്ത്രം, മാല, പശുക്കളെ ഭക്ഷണം ഇതൊക്കെ ബ്രാഹ്മണർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. ബ്രാഹ്മണർ ഉണ്ണിക്ക് രക്ഷാബന്ധനമൊക്കെ ചെയ്തു. ഉണ്ണിക്ക് ഉറക്കം വന്നു തുടങ്ങി. പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഗോപാലന്മാരോട് പറഞ്ഞു, ദേ ഉണ്ണി അവിടെ കിടത്തുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞ് അവിടെ കിടത്തിയിട്ട് യശോദാമ്മ മറ്റ് പണികൾക്ക് അകത്തേക്ക് പോയി. ഈ സമയത്താണ് കംസനാൽ അയക്കപ്പെട്ട ശകടാസുരൻ അവിടേക്ക് വന്നത്. ഒരു ശകടത്തിലേക്ക് തൻ്റെ ആ ശക്തിയെ അവൻ കയറ്റിവെച്ചു. പക്ഷെ ഭഗവാന്റെ അടുത്ത് ശക്തി കൊണ്ട് കാര്യമില്ല, ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അവന് അത്രയ്ക്കുള്ള യുക്തിയൊന്നുമില്ല. അതുകൊണ്ട് അവൻ അവിടെ വന്ന് ഈ ശകടത്തിലേക്ക്, ഈ വണ്ടിയിലേക്ക് കയറി. ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാൻ തീർച്ചപ്പെടുത്തി ഇവനെ തൻ്റെ പാദാംബുജം കൊണ്ട് അനുഗ്രഹിക്കാം എന്ന് തീർച്ചപ്പെടുത്തി. ഒന്നങ്ങോട്ട് കണ്ണു തുറന്ന് ഒന്നങ്ങോട്ട് കരഞ്ഞു. കുഞ്ഞിക്കാലുകൊണ്ട് ഒരു ചവിട്ടി സമീപത്ത് കിടന്നിരുന്ന വണ്ടി നുകവും ചക്രവും അച്ചുതണ്ടും ഒക്കെ തെറിച്ച് തവിട് പൊടിയായി. ആ വണ്ടിയിൽ വെച്ചിരുന്ന പാലും വെണ്ണയും തൈരൊക്കെ താഴെ വീണു. വണ്ടി വീണ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴെങ്കിൽ യശോദയും നന്ദഗോപുരമൊക്കെ ഓടി വന്നു. എന്താണ്ടായി എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഉണ്ണി കരഞ്ഞു. ഉണ്ണിയുടെ കാല് കൊണ്ടിട്ട് ആ വണ്ടി തെറിച്ചത്. നന്ദഗോപുരക്കൊന്നും വിശ്വാസമായില്ല. ഉണ്ണിയുടെ കാല് കൊണ്ടിട്ട് അങ്ങനെ ഉണ്ടാവുമോ? 3 മാസം പ്രായമുള്ളൊരു ഉണ്ണി, ഇത്ര ശക്തിയോ? ഏതായാലും ബ്രാഹ്മണരെ വീണ്ടും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ രക്ഷയൊക്കെ ചെയ്യണം. അവർ വേഗം ബ്രാഹ്മണർ ഗ്രഹപൂജയൊക്കെ ചെയ്തു. അതേപോലെ അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ണിക്കുണ്ടാവണം എന്ന് വിചാരിച്ച് അവരെ കൊണ്ടൊക്കെ അനുഗ്രഹിപ്പിച്ചു. അന്നദാനം പശുദാനമൊക്കെ ചെയ്തു. അങ്ങനെ വണ്ടി ചവിട്ടി മറച്ചിട്ട ഭഗവാൻ അതിനുശേഷം ഒരു തൃണാവർത്തൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ച കഥ പിന്നീട് അതാ പറഞ്ഞത്. ഉണ്ണിക്ക് 1 വയസ്സ് പ്രായം. അന്ന് ആ ആട്ടപ്പിറന്നാളാണ് ഭഗവാന്റെ. കാലത്ത് മുതൽ തന്നെ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് യശോദാമ്മ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് വിചാരിച്ച് ഉണ്ണിയെ മടിയിലിരുത്തി കുറച്ച് പാലൊക്കെ കൊടുത്തു. അപ്പോഴാണ് യശോദാമ്മയ്ക്ക് തോന്നുന്നത് ഉണ്ണിക്ക് ഭാരം കൂടി വരുന്നുണ്ട്. എന്തു പറ്റിയാവോ? ചിലപ്പോൾ പണിയെടുത്ത് വയ്യാതെ ആയതാവും. ഒന്ന് അകത്തു പോയി മുഖവും കൈയും കാലൊക്കെ ഒന്ന് കഴുകി വന്നാൽ അകപ്പാടം നന്നാവും എന്ന് വിചാരിച്ച് ഉണ്ണിയെ അവിടെ ഒരു പട്ടുമെത്തയിൽ കിടത്തി. യശോദാമ്മ അകത്തേക്ക് പോയ സമയത്താണ് കുട്ടികളെ കൊല്ലുന്ന സംഘം, അതിനുവേണ്ടി പ്രത്യേക സംഘത്തിനെ അയച്ചിട്ടുണ്ട് കംസൻ. അതിലെ പ്രധാനപ്പെട്ട ആളാണ് തൃണാവർത്തൻ. അനുചരന്മാരിൽ പ്രലംബ ഭഗ ചാണൂര തൃണാവർത്ത മഹാശനൈഹി 4ാമത്തെ ആളാണ്. പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, തൃണാവർത്തൻ. ആ 4ാമത്തെ ആൾ അവനെങ്ങനെയാണ് വന്നത്? അവൻ കാറ്റായിട്ടാണ് വന്നത്, അതിഗംഭീരമായിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഒന്ന് കനം കൂട്ടിയത്. അമ്മയ്ക്ക് പേടിയാവും ഇങ്ങനത്തെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്ത് ചെയ്യാം? അമ്മയെ പേടിപ്പിക്കേണ്ട, അവനെ വേണ്ട രീതിയിൽ അവസാനിപ്പിക്കാം എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. അവൻ കാറ്റിൻ്റെ രൂപത്തിൽ വന്നു. കണ്ണനാമുണ്ണിയെ എടുത്തും കൊണ്ട് ആകാശത്തിലേക്ക് അങ്ങോട്ട് ഉയർന്നു. ഭഗവാനും വിചാരിച്ചു, കുറേ കാലമായി, ഇപ്പോൾ 1 കൊല്ലമായിട്ട് എങ്ങോട്ടും പോലില്ല. പണ്ടൊക്കെ ഗരുഡൻ്റെ പുറത്ത് കയറി എത്രയാ യാത്ര ചെയ്തിരുന്നത്. സങ്കല്പത്തിൽ തന്നെ യാത്ര ചെയ്യാം. എങ്കിലും ഇപ്പോൾ വേഷം കെട്ട് പ്രത്യേകമായിട്ടുള്ളതാണ്. വാമനാവതാരത്തിലൊക്കെ വളർന്ന് പെട്ടെന്ന് വലുതായിരുന്നു. ഇതങ്ങനെയല്ല. അങ്ങനെ വേണ്ട പോലെ ഓരോ അടിവെച്ചാണ് വളർച്ച. അപ്പോൾ എന്നാൽ ഒന്ന് വൃന്ദാവനമൊക്കെ കണ്ടുവരാം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ച് തൃണാവർത്തൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. തൃണാവർത്തൻ ഉണ്ണിയേം എടുത്തും കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. യശോദാമ്മ ഒന്ന് നോക്കുമ്പോൾ പൊടിപടലങ്ങളെ കൊണ്ട് ഒന്നും കാണാനില്ല, ഉണ്ണിയെ പ്രത്യേകിച്ചും കാണാനില്ല. ഉണ്ണിയെ കാണാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉറക്ക കരഞ്ഞും കൊണ്ട് യശോദാമ്മ വീണു കഴിഞ്ഞു. തൃണാവർത്തൻ തൻ്റെ അസുരമായിട്ടുള്ള രൂപം പുറത്തേക്കെടുത്തു. ഭഗവാൻ മുറുക്കി ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ കരച്ചിൽ കേട്ടു, ഗോപികമാരുടെ കരച്ചിൽ കേട്ടു.
അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? എങ്കിൽ ഇവനെ ഇല്ലാതെയാക്കാം. തൃണാവർത്തൻ്റെ ആഗ്രഹം എന്താ? തന്നെ അപഹരിക്കണമെന്ന്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവന് തന്നെ അപഹരിക്കാൻ ഭഗവാൻ സങ്കല്പിച്ചുകൊണ്ടാണ് സാധിച്ചത്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന അമ്മയുടെയും ഗോപികമാരുടെയും നിലവിളി കേട്ടപ്പോൾ ഭഗവാൻ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. മേൽപ്പത്തൂർ പറയാറുണ്ട്, സകലരുടെയും മനസ്സ് അപഹരിക്കുന്ന അവിടുത്തെ വപുസ്സ് അപഹരിക്കാൻ നോക്കി തൃണാവർത്തൻ. ഭഗവാൻ ആ മനസ്സ് ഗോപികമാരുടെയും യശോദാമ്മയുടെയും കൂടെയല്ലേ, അവിടേക്ക് തന്നെ തൻ്റെ വപുസ്സും എത്തണം തീരുമാനിച്ചു. അവൻ്റെ കഴുത്തിലങ്ങോട്ട് മുറുക്കി പിടിച്ചു. അവനും പറഞ്ഞു വിടൂ വിടൂ എന്ന് പറഞ്ഞു. വിടലില്ല ഭഗവാന്. തൻ്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ പറഞ്ഞു അയക്കലില്ല. ജീവനെ ഭഗവാനോട് ഏകീഭവിച്ച് അവൻ മുക്തനായിട്ട് തീർന്നു. ജീവൻ പോയ അവൻ്റെ ശരീരം വലിയ ഒരു പാറക്കല്ലിൽ വന്ന് വീഴുകയും ചെയ്തു. ഗോപികമാർ വന്ന് നോക്കുമ്പോൾ മല പോലെയുള്ളൊരു ശരീരം പാറപ്പുറത്ത് വീണ് കിടക്കണു. അതിൻ്റെ മാറിൽ അകുതോഭയം, ഒരു പേടിയില്ലാതെ ആ ഉണ്ണി കളിച്ചും കൊണ്ടിരിക്കണു. അവർക്ക് അത്ഭുതമായി. ഈശ്വര കടാക്ഷം നമുക്കുണ്ട്, നമുക്ക് ഇനിയും ഈശ്വരനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നാമജപം കൂടുതൽ ശക്തമാക്കി മാറ്റി എന്ന് പറയുന്നു. ഒരിക്കൽ യശോദാമ്മ ഉണ്ണിയെ മടിയിൽ വെച്ച് അമ്മിഞ്ഞ കൊടുത്തിൽ ആളിച്ചും കൊണ്ടിരിക്കുന്നു. അപ്പോൾ യശോദാമ്മയ്ക്ക് തോന്നി, ഈ ഉണ്ണിയുടെ പല്ല് എത്ര വന്നുണ്ട്, ഇടയ്ക്ക് കടിക്കണമൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഉണ്ണി കോട്ടുവായിട്ട സമയത്ത് ഉള്ളിലേക്കൊന്ന് നോക്കി. ആ കുഞ്ഞുവായ്ക്കകത്തേക്ക് യശോദ അങ്ങോട്ട് നോക്കിയപ്പോൾ പേടിച്ച് വിറച്ചു പോയി എന്നാണ്. അതിൻ്റെ ഉള്ളിൽ ആകാശം, ഭൂമി, അന്തരീക്ഷം, നക്ഷത്രമണ്ഡലം, ദിക്കുകൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രം, ദ്വീപ്, പർവ്വതം, നദി, വനം എന്ന് വേണ്ട സകല ചരാചരവും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കണ്ടു. പെട്ടെന്ന് പേടിച്ചു വിറച്ചു. യശോദാമ്മ കണ്ണടച്ചു. ഭഗവാൻ ഒന്നങ്ങനെ പുഞ്ചിരിച്ചു. യശോദാമ്മ എല്ലാം മറക്കലും കഴിഞ്ഞു. അതിനുശേഷമാണ് ഗർഗാചാര്യര്, യാദവ പുരോഹിതനാണ്, വസുദേവർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വന്നു. നന്ദഗോപുര അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, വസുദേവരും പുത്രനായിരിക്കുന്ന ഒരു ഉണ്ണി, അതേപോലെ ഞങ്ങളുടെ ഉണ്ണിയുണ്ട്, അവർക്കൊരു നാമകരണം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി, കുട്ട എന്നൊക്കെയാണ് വിളിക്കണത്. ഒരു പേരുണ്ടെങ്കിൽ നന്നായി, പേരിടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഗർഗാചാര്യർ പറഞ്ഞു, ഞാൻ യാദവന്മാരുടെ ആചാര്യനാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പേരിട്ടു എന്നൊക്കെ അറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങും വസുദേവരും ഉറ്റ സ്നേഹിതന്മാരുമാണ്. അശരീരി വാക്കനുസരിച്ച് ദേവകിയുടെ 8ാമത്തെ പെൺകുഞ്ഞാവാൻ സാധ്യതയില്ല. ആ കന്യക പറയുകയും ചെയ്തു, നിൻ്റെ അന്തകൻ പിറന്നു എന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആരോരും അറിയാതെ വളരെ രഹസ്യമായിട്ട് നാമകരണം ചെയ്യാം എന്ന് പറഞ്ഞ് ഏകാന്തമായി ഒരു പശുവിൻ്റെ തൊഴുത്തിലോ ഗോശാലയിലോ മറ്റോ ആണ് ആ ഉണ്ണികളുടെ നാമകരണ ചടങ്ങുകൾ നിർവഹിച്ചത്. ഗണപതി പൂജയൊക്കെ ചെയ്ത് ആ ഗർഗാചാര്യരുണ്ട്, യശോദ, രോഹിണി, നന്ദഗോപര്, വെളുത്ത ഉണ്ണി, കറുത്ത ഉണ്ണി, പിന്നെ കുറേ ഗോക്കളും പശുക്കുട്ടികളും ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഗോപാലന്മാരൊക്കെ പശുക്കളെയും പശുക്കുട്ടികളെയും തീറ്റിക്കാനായിട്ട് കാട്ടിൽ പോയ സമയത്താണ് ഇത് ചെയ്തത്. അങ്ങനെ ആരാ മൂത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെളുത്ത ഉണ്ണിയാണ്. എന്നാൽ ഈ വെളുത്ത ഉണ്ണിയുടെ പേര് എന്താ ഇടേണ്ടത്? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും ഭഗവാൻ ഉള്ളിൽ സങ്കല്പം ചെയ്തു, രാമൻ എന്നിട്ടോളൂ. ഗർഗാചാര്യർക്ക് മനസ്സിലായി, തൻ്റെ ആ യശോദാമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണി ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്. ആ ഭഗവാനാണത് സങ്കല്പം ചെയ്തത്, രാമൻ എന്നിടാം. ഭഗവാൻ എന്താ അങ്ങനെ ആക്കാൻ കാരണം എന്ന് വെച്ചാൽ, രാമാവതാരം കഴിഞ്ഞ് അനന്തമൂർത്തിയായി ആ ലക്ഷ്മണൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു അത്രേ, അവതാരമൊക്കെ ഗംഭീരായി ഭഗവാനെ, ഇനി ഒരവതാരം ഉണ്ടെങ്കിൽ അതിൽ അടിയന് ഒരു വേഷം കെട്ടാനുണ്ടെങ്കിൽ അവിടുത്തെ ഏട്ടനായിട്ട് അവതരിക്കണം എന്നാണ് മോഹം. ഭഗവാൻ അപ്പം തന്നെ പറഞ്ഞു, ഏട്ടൻ എന്നുള്ള സ്ഥാനവും രാമൻ എന്നുള്ള നാമവും ഞാൻ അങ്ങേക്ക് തരുന്നു. അതുകൊണ്ടാണ് അത്രേ രാമൻ എന്ന് പേരിട്ടത്. ഏറ്റവും ശക്തനായതുകൊണ്ട് ബലരാമൻ എന്ന് അറിയപ്പെടും. പിന്നെ ബലഭദ്രൻ എന്നറിയപ്പെടും. യാദവ വംശക്കാരെ ഐകമത്യത്തോടുകൂടി വേണ്ടതുപോലെ ചേർത്തു നിർത്തും എന്നുള്ളത് കൊണ്ട് സംഘർഷണൻ എന്നറിയപ്പെടും. വസുദേവപുത്രനായതുകൊണ്ട് വാസുദേവൻ എന്നറിയപ്പെടും. ശരി, ആ ഉണ്ണിയുടെ പേരിട്ട് അങ്ങോട്ട് കൊടുത്തു. രാമ രാമ രാമ. നന്ദഗോപുരം യശോദയും രോഹിണിയും മാറി മാറി വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പുഞ്ചിരിച്ചും കൊണ്ട് കിടന്നു. അടുത്തത് ആ ഉണ്ണിയെ എടുത്തു, കറുത്ത ഉണ്ണിയെ. എന്താ പേരിടേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നു. ഗർഗാചാര്യരുടെ താടിരോമത്തിൽ പിടിച്ച് ഭഗവാൻ ഇങ്ങോട്ട് വലിച്ചു അത്രേ. അപ്പോൾ മനസ്സിലായി, ഓ കൃഷ്ണവർണ്ണത്തോടു കൂടിയവനാണ്, എല്ലാവരെയും ആകർഷിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഈ ഉണ്ണിക്ക് കൃഷ്ണൻ എന്നു പേര്. മുമ്പ് ഇവൻ വസുദേവരുടെ പുത്രനായി പിറന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആദ്യം പിറന്നതിന് ശേഷം അങ്ങോട്ട് വന്നത്, അത് പറഞ്ഞില്ല എന്ന് മാത്രം. അതുകൊണ്ട് വാസുദേവൻ എന്ന് പേര്.
അങ്ങയുടെ ഈ മകന് ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് അനവധി പേരുകളുണ്ട്. അത് മുഴുവൻ പറയാനൊന്നും ആരെക്കൊണ്ടും സാധിക്കില്ല. ഏതായാലും നിങ്ങൾ ഈ ഉണ്ണിയെ നല്ലപോലെ സ്നേഹിച്ചോളൂ. എല്ലാ ആപത്തുകളിൽ നിന്നും ഉണ്ണി നിങ്ങളെ രക്ഷിക്കും. പണ്ട് സജ്ജനങ്ങളെ കള്ളന്മാർ ഉപദ്രവിച്ച സമയത്ത് ഈ കുട്ടിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്കൊക്കെ രക്ഷ നേടാൻ സാധിച്ചത്. അങ്ങയുടെ മകൻ ഗുണം, കീർത്തി, ഐശ്വര്യം, പ്രഭാവം ഇതുകൊണ്ടൊക്കെ നാരായണ സമനാണ്, നാരായണന് തുല്യനാണ്. ഈ ഉണ്ണിയെ സംരക്ഷിച്ചോളൂ എന്നും പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ ഉണ്ണികൾ കുറേശ്ശെ നന്ദഗോപരുടെ ഗൃഹത്തിൽ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. ബാലദ്വിരത വിക്രമവും 2 കുട്ടിയാനകളെ പോലെ ഈ കുട്ടികൾ മുട്ടുകുത്തി നടക്കുന്നത് കാണാൻ തന്നെ ഗോപികമാരിപ്പോൾ വന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളുടെ കുറുമ്പ് കൂടി വരികയാണ്. പൊടിയിലും ചളിയിലും മുട്ടുകുത്തി നടക്കുക. കാൽത്തളകൾ ഇങ്ങനെ കിളിങ്ങനെ ചിലും എന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കും 2 പേരും. അപ്പോൾ ശബ്ദവും നിന്നു. വീണ്ടും നടക്കും, വീണ്ടും ശബ്ദം. അതൊരു കളിയായി. ഇടയ്ക്ക് ഏട്ടനെ കണ്ണാടിയിൽ കാണുമ്പോൾ ചിരിക്കും, ഏട്ടൻ അനിയനെ കാണുമ്പോഴും ചിരിക്കും. ഇത് കണ്ടുകൊണ്ട് ഗോപികമാർ ചിരിക്കും, യശോദ ചിരിക്കും. ചില സമയത്ത് ഗോപികമാർ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പരിചയക്കേട് കാണിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി ചേലയമ്മ കയറി പിടിക്കും. ദേഹത്ത് മുഴുവൻ ചളിയായിട്ട് വരും. മുല കുടിക്കുമ്പോൾ കുഞ്ഞിപ്പല്ലുകൾ പുറത്ത് കാണിച്ച് ഇടയ്ക്കൊന്ന് ചിരിക്കും. ഇടയ്ക്ക് തൻ്റെ കുഞ്ഞു പല്ലുകൊണ്ട് അമ്മയുടെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കടിക്കും. ചില സമയത്തോ രാമനും കൃഷ്ണനും മുട്ടുകുത്തി മുറ്റത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ പശുക്കുട്ടികളുടെ അടുത്തേക്ക് ചൊല്ലുകയാണ്. ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇനി നടക്കണ്ടേ, എത്ര കാലമായി മുട്ടുകുത്തി കടന്നു തുടങ്ങിയിട്ട്, ഇതൊക്കെ സങ്കല്പത്തിൽ കഴിയും, ആരും കേൾക്കണില്ല. ഏട്ടൻ പറഞ്ഞു, എങ്ങനെയാ അനിയൻ തീരുമാനിച്ചോളൂ. അപ്പോൾ എന്താ, നന്ദഗോപര് ആ വണ്ടി തകർന്നതിന് ശേഷം ഒരു വണ്ടി അകത്തേക്ക് കടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് തീരുമാനിച്ചു, നമുക്ക് വണ്ടിയൊന്നും വേണ്ട, പുതിയൊരു ഏർപ്പാടാക്കാൻ തീർച്ചപ്പെടുത്തി. ഈ പശുക്കുട്ടികളുടെയും മൂരിക്കുട്ടന്മാരുടെയൊക്കെ വാലുമ്മ പിടിച്ച് വലിക്കാൻ തുടങ്ങി. പശുക്കുട്ടികൾ അങ്ങോട്ടും വലിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കണു. പശുക്കുട്ടികളും ഈ മൂരിക്കുട്ടന്മാരൊക്കെ ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി എന്ന് പറയണു. ചില സമയത്ത് മുട്ടുകുത്തിപ്പോയി തൊഴുത്തിൽ ചെന്ന് പശുക്കുട്ടികളെ പോലെ പശുക്കളുടെ ആ പാല് കുടിക്കണ കാണാം. യശോദാമ്മ വന്ന് നോക്കുമ്പോൾ അമ്മയുടെ പാലിന് തന്നെയാട്ടോ സ്വാദ് എന്ന് ഇങ്ങോട്ട് പറയുകയായി. ചില സമയത്ത് പശുക്കുട്ടികളുടെ കയറഴിച്ചു വിടും, എന്നിട്ടോ അവരെ കൊണ്ട് കുടിപ്പിക്കും. കാളകളുടെ മുൻകാലിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുക. മുട്ടുകുത്തി അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് അടുപ്പത്ത് വിറകും കൊള്ളിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വലിക്കുക. കത്തിയുടെ ആ അലകും പിടിയും 2 പേരും കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. പൂച്ചകളെ പിടിച്ച് അതിൻ്റെ നഖമെണ്ണി നോക്കുക. തത്തയുടെ വായ തുറന്ന് എങ്ങനെയായി ചുണ്ട് ചുവന്നത് നോക്കുക. മുള്ളുകളിൽ കൂടി മുട്ടുകുത്തി ഓടുക. പക്ഷികളെ പിടിക്കാൻ അതിൻ്റെ നിഴലിങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുക. മഴ പെയ്യണ സമയത്ത് ഗൃഹത്തിൻ്റെ കോലായിൽ ചെന്ന് ആ മഴവെള്ളം തലയിലേക്ക് ഇങ്ങനെ വീഴ്ത്തുക. പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടേ എന്തൊക്കെ കുസൃതികളാണ്, വികൃതികളാണ് ഇവർ കാണിക്കണമെന്ന് പറഞ്ഞാൽ തീരില്ല. യശോദയും രോഹിണിയും നന്ദഗോപുരോട് പറഞ്ഞു, വയ്യാണ്ടിയായി ഞങ്ങൾക്ക്, ഒന്നാമത് പ്രായം കൂടുതലായി, ഇവരുടെ പിന്നാലെ ഓടിയാൽ എത്തില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ അടുത്തുള്ള ചില ഗോപസ്ത്രീകളൊക്കെ ഉണ്ട്, അവരോടും ഇങ്ങോട്ട് വരാൻ പറയാം. അവർക്കും കുട്ടികളൊക്കെ ഇല്ലേ, അവരും സാരമില്ല, അവരും കൂടി ഇവിടെ വന്ന് നിന്നാൽ എല്ലാവരും കൂടിയാകുമ്പോൾ അവർ അങ്ങനെയൊക്കെ കളിച്ചോളും. എന്നാൽ ശരിയെന്നും പറഞ്ഞ് നന്ദഗോപുരം സമ്മതിച്ചു. അങ്ങനെയാണ് ഓരോ ഗോപികമാരും കൃഷ്ണൻ്റെ ഗൃഹത്തിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങി. ഒപ്പം കുട്ടികളുണ്ട്. ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. ആ കുട്ടികളുടെ കൂടിയായി ഇപ്പോൾ കളി. കുറച്ച് കഴിഞ്ഞപ്പോഴോ, ഇപ്പോൾ നടന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോ ഗോപികമാരുടെയും ഗൃഹത്തിലേക്ക് പോലായി. ഗോപികമാർ ഇവിടെ വരേണ്ട ചില ആളുകൾ വരാത്ത ഗോപികമാരുടെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് ചെല്ലും. ഒപ്പം കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും കൂടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പൊന്നിൻ ചിലമ്പൊക്കെ കിലുക്കി അവിടെ അടുത്തെത്താറാവുമ്പോൾ ചിലമ്പൊക്കെ മുകളിലേക്ക് കയറ്റി വയ്ക്കും. എന്നിട്ടാണ് കളികൾ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ, അവിടെ ചെന്നാൽ പാലും വെണ്ണയും തൈരും എടുത്ത് കഴിക്കുക, പാത്രമൊക്കെ പൊട്ടിച്ച് കളയുക. കുട്ടികൾ ചോദിക്കുക, എന്തിനാ കൃഷ്ണ അങ്ങനെ പാത്രം പൊട്ടിച്ച് കളയണതെന്ന് ചോദിച്ചാൽ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിലൊക്കെ ഒരു സൂത്രം ഉണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ്റെ കൊഞ്ചിയുള്ള വാക്കുകൾ. എന്താ സൂത്രം? ഭഗവാന്റെ ഭക്തി സൂത്രം ആണ് അവിടെ. എന്ത് സൂത്രം അത്? ഭക്തി സൂത്രം. സ്തേയയോഗം എന്നൊക്കെയാണ് പറയണത്. പല പല യോഗങ്ങളുണ്ട്. ഭക്തിയോഗത്തിൽ സ്തേയയോഗം, കട്ട് തിന്ന ഭഗവാൻ. എന്തിനു വേണ്ടിയിട്ടാ? ആ ഗോപികമാരുടെ മനസ്സാകുന്ന വെണ്ണ എനിക്ക് വേണം, അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വപുസ്സാകുന്ന മൺപാത്രങ്ങൾ
പൊട്ടിത്തകരണം, എങ്കിലേ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഭഗവാൻ കാണിച്ചു വരികയാണ്. ഇങ്ങനെ ഓരോരോ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ആ ലീലാവിശാരദനെക്കുറിച്ച്, ആ ചോരാഗ്രഗണ്യനെക്കുറിച്ച് ഗോപികമാർ പരാതി പറയാൻ തുടങ്ങി. യശോദയോട് പറഞ്ഞു, യശോദേ, നിൻ്റെ ഉണ്ണിയെ നീ എന്താ വിളിക്കണത്? ഇട്ടേക്കണത് കൃഷ്ണൻ എന്നല്ലേ? അതെ. എന്നാൽ ഇപ്പം എന്താ വിളിക്കാറ്? അതിപ്പോൾ കണ്ണാ എന്നാണ് കൂടുതൽ വിളിക്കണത്. എന്നാൽ കണ്ണാന്ന് വിളിക്കണ്ട, കള്ളാന്ന് വിളിക്കുക നല്ലത്. യശോദയ്ക്ക് ആകെ പരിഭ്രാന്തിയായി. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതോ ഞങ്ങളുടെ ഗൃഹത്തിൽ ഓരോ സ്ഥലത്ത് വന്ന് ഓരോ തരം കുറുമ്പുകൾ കാണിക്കുക. കളവ് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമാണ് കൃഷ്ണന്. കൃഷ്ണൻ ഇതിങ്ങനെ കണ്ടും കൊണ്ട് കൃഷ്ണൻ്റെ വികൃതി തരങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയുടെ അപ്പുറത്തായിട്ട് ഇങ്ങനെ മാറി നിന്ന് അതിങ്ങനെ കേൾക്കും. ഗോപികമാർ പറഞ്ഞു, യശോദേ, ഞാൻ ഇന്ന് പശുക്കളെ കറക്കാൻ വേണ്ടി തൊഴുത്തിൽ ചെന്നപ്പോൾ പശുക്കുട്ടികളൊക്കെ കയർ അഴിഞ്ഞു വന്ന് പശുക്കളുടെ പാല് മുഴുവൻ കുടിച്ചേക്കണു. ഒരു തുള്ളി പോലും പാല് കിട്ടിയില്ല. എങ്ങനെയാണ് പശുക്കുട്ടികളൊക്കെ അഴിഞ്ഞു വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി. നോക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കണ കൃഷ്ണൻ. നിങ്ങൾ മാത്രം ഇങ്ങനെ കഴിച്ചാൽ പോരാ, അവർക്കും വേണം എന്നാണ്. യശോദേ, വേറൊരു ഗോപിക പറയുക, ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് കൃഷ്ണൻ വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഉണ്ണിക്ക് പാല്, വെണ്ണ, തൈര് ഇതൊക്കെ കൊടുക്കും. ഞങ്ങൾ കൊടുത്താൽ കഴിക്കില്ല, എനിക്ക് അമ്മ തന്നൂലോ എന്ന് പറയും. അത് കഴിഞ്ഞ് ഞങ്ങളന്ന് സ്ഥലം മാറിക്കഴിഞ്ഞാൽ അപ്പം അതൊക്കെ എടുത്ത് തിന്നുകയും ചെയ്യും. ഇതാണ്, കണ്ണ് തെറ്റിയാൽ കാണാതെ എടുത്ത് കഴിക്കും. അതിനും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പക്ഷേ എന്തിനാ ബാക്കിയുള്ളത് മുഴുവൻ കൂട്ടുകാർക്ക് കൊടുക്കും? അതും സാരമില്ല. പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും കൊടുക്കും, അതും സാരമില്ല. എന്നാൽ ഈ പാത്രം പൊട്ടിക്കണത് എന്തിനാ? അതാണ് മനസ്സിലാവാത്തത്. ഗോപികമാർക്ക് മനസ്സിലായിട്ടില്ല ഭഗവാന്റെ സങ്കല്പം. യശോദാമ്മ പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, ദാ പാത്രം പൊട്ടിയ ആളുകൾക്കൊക്കെ പാത്രം തരാം. ഉണ്ണികൃഷ്ണന് എറിഞ്ഞു പൊട്ടിക്കാൻ പാത്രം കൊടുക്കൽ അത് യശോദാമ്മയുടെ സ്ഥിരം ഏർപ്പാടായി. അപ്പോൾ മറ്റൊരു ഗോപിക പറയാം, എൻ്റെ ഗൃഹത്തിൽ വന്നിട്ടുണ്ടായ കാര്യം ബഹുരസമാണ്. എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കൃഷ്ണൻ വന്ന് എടുക്കും എന്ന് വിചാരിച്ചും കൊണ്ട് ഈ വെണ്ണയും തൈരും പാലൊക്കെ ഉറിയിലാക്കി മുകളിൽ കെട്ടി തൂക്കിയിട്ടു. ഉറിയിൽ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണൻ്റെ വരവ്. ഞാൻ വിചാരിച്ചു എങ്കിൽ കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരു സൂത്രം കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണി കൂടി അതിൽ കൂട്ടത്തിൽ കെട്ടിയിട്ടു. ഈ ഉറിയിൽ ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ മണിയടിക്കും. അപ്പോൾ കൃഷ്ണൻ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. ഞാൻ ഒതുങ്ങി നിന്നു. സത്യം പറയാലോ, എൻ്റെ മകനുണ്ട്, മറ്റു കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അവർ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണനോട് എൻ്റെ മകനാ പറഞ്ഞത്, അമ്മ ദാ അതൊക്കെ മുകളിലെടുത്ത് വെച്ചേക്കണു. കൃഷ്ണൻ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല, അതിനൊക്കെ ഒരു സൂത്രമുണ്ട്. എന്താ സൂത്രം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും തടിയനായിട്ടുള്ളൊരു ഗോപാലനെ ആദ്യം വിളിച്ചു, അതിന് മുകളിൽ വേറൊരു ഗോപാലൻ, അതിന് മുകളിൽ വേറൊരു ഗോപാലൻ, അങ്ങനെ മുകളിലേക്ക് ഓരോ ഗോപാലന്മാർ. ഇത് കാണാൻ ബഹുരസമാണ് യശോദേ. ഞാൻ അതുകൊണ്ട് എല്ലാം മറന്നു നിന്നു. കൃഷ്ണനെ പിടിച്ചാൽ മതിയായിരുന്നു ആ സമയത്ത്, പക്ഷെ അപ്പം തോന്നിയില്ല. അപ്പം കൃഷ്ണൻ പറയുകയാണ്, കുട്ടികളെ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. പണ്ട് ശ്രീരാമൻ എന്നുള്ളൊരു രാജാവുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള യുഗത്തിലാണ് കേട്ടോ. അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് കുറേ വാനരന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. അദ്ദേഹം ഈ വാനരന്മാരുടെ കൂടെ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വാനരന്മാർ കുരങ്ങന്മാരെന്ത് ചെയ്യും? അവർ ദാ ഇങ്ങനെ കയറുന്ന് പറയലല്ല, ഈ ഗോപാലന്മാരുടെ മേത്തുക്കൂടെ കൃഷ്ണൻ മുകളിലേക്ക് ഒരൊറ്റ കയറ്റം. മുകളിൽ കയറിയിട്ടോ അവിടെ ചെന്ന് ആ കയ്യിലുണ്ടായിരുന്ന ഓടക്കൊള്ള കൊണ്ട് അടിയിലിരുന്ന പാത്രത്തിൻ്റെ മൂട്ടിലൊരു അടിയടിച്ചു. അതിലൂടെ പാലിങ്ങനെ കുറേശ്ശെ താഴേക്ക് വരാൻ തുടങ്ങി. അപ്പോഴും കൃഷ്ണൻ എന്ത് ചെയ്തു? ആ ഉറിയിൽ തൊട്ടട്ടേ ഇല്ല. എന്നിട്ട് പതുക്കെ പട്ടുകോണം അഴിച്ച് ആ ഉറിയിൽ കെട്ടിയിട്ടിരിക്കുന്ന മണിയിൽ പിടിച്ച് അതിൻ്റെ നാവ് പട്ടുകോണം കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞു. പിന്നെ എങ്ങനെ മുട്ടിയാലും ശബ്ദം കേൾക്കില്ല. എന്നിട്ട് പാല് കൃഷ്ണൻ കുടിക്കും. കൃഷ്ണൻ്റെ വായിൽ നിന്ന് അടുത്ത ആളുടെ വായിലേക്ക്, അവിടുന്ന് താഴെയുള്ള ഗോപാലനിലേക്ക്, ഇങ്ങനെ താഴേക്ക്. ആരാ അവിടെ എന്ന് ചോദിച്ച് ഞാൻ ചെല്ലലല്ല, ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ ഓടിപ്പോയി. കൃഷ്ണനോ, യശോദാമ്മയ്ക്ക് അതാ പേടി. കൃഷ്ണൻ മുകളിൽ നിൽക്കല്ലേ. കൃഷ്ണൻ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉറിയിൽ നിന്ന് ആടുന്നു. ഞാൻ കൃഷ്ണനോട് ചോദിച്ചു, എനിക്ക് ദേഷ്യമൊക്കെ വരണത് പോലെ കാണിച്ചു. കൃഷ്ണനെ കണ്ട ആർക്കെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ യശോദേ? കൃഷ്ണൻ അതൊക്കെ കേട്ട് ചിരിച്ചും കൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, കൃഷ്ണ എന്താ അവിടെ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതോ ഗോപികയെ ഞാൻ എൻ്റെ ഗൃഹമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടോ അപ്പോൾ എൻ്റെ കാലിക്കോല് കാണാനില്ല, ഓടക്കോല് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലിക്കോല് എടുക്കാൻ വേണ്ടി വന്നതാണ്. കാലിക്കോല് ഈ മുകളിലാണെന്ന് ആരാ പറഞ്ഞത്? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. എനിക്ക് അങ്ങോട്ട് ചിരി വന്നു. ഏതായാലും അമ്മയോട് എന്നെ ചോദിക്കാമെന്നും പറഞ്ഞ്
പിടിച്ച് ഞാൻ താഴെ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചപ്പോഴാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കള്ളന്നാ വിളിക്കേണ്ടത് ഇവനേന്ന്, ചോരാഗ്രഗണ്യം, കള്ളന്മാരുടെ കള്ളനാണ്. സാധാരണ കള്ളന്മാരൊക്കെ ദേഹത്ത് എണ്ണയാണ് തേക്കാറുള്ളത്. ഈ ഉണ്ണി ദേഹം മുഴുവൻ വെണ്ണ തേച്ചിട്ടുള്ള ഉണ്ണിയാണ്. അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ യശോദ ഈ ഉണ്ണിക്ക് രാമായണമൊക്കെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? യശോദാമ്മ പറഞ്ഞു, ഉണ്ടോന്നോ? രാത്രി കിടന്നു കഴിഞ്ഞാൽ കൃഷ്ണന് രാമായണ കഥ കേൾക്കണം, രാമൻ്റെ കഥ കേൾക്കണം. കൃഷ്ണന് നിറയില്ല എന്നും പറഞ്ഞ് കരച്ചിലാണ് എപ്പോഴും. ഏട്ടനെ പോലെ എനിക്ക് വെളുക്കണം, ഏട്ടനെ പോലെ എനിക്ക് സുന്ദരനാവണം, എനിക്ക് സൗന്ദര്യമില്ല, അച്ഛൻ വെളുത്തിട്ട്, അമ്മ വെളുത്തിട്ട്, ഏട്ടൻ വെളുത്തിട്ട്, രോഹിണി അമ്മ വെളുത്തിട്ട്, ഞാൻ മാത്രം കറുത്ത് എന്നെ നല്ലോണം വാഗത്തേപ്പിക്കണം അമ്മേ. ഞാൻ പറഞ്ഞു കൊടുക്കും, അതൊന്നും സാരമില്ല കൃഷ്ണ. പണ്ട് കോസല രാജാവായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഉണ്ണിയെപ്പോലെ കറുത്തിട്ടായിരുന്നു. മഹാബലിയുടെ അഹങ്കാരത്തെ തീർത്ത വാമനൻ ഉണ്ണിയെപ്പോലെ കറുത്തിട്ടായിരുന്നു. ആനകൾക്ക് കറുപ്പ് നിറം എന്തൊരു ഭംഗിയാ, ആഴിക്ക് ആ നീല നിറം നല്ല ഭംഗിയല്ലേ, ഉണ്ണിയുടെ നിറമല്ലേ, ആകാശത്തിന് ഉണ്ണിയുടെ നിറമല്ലേ, അപ്പം അതൊക്കെ നല്ലതാണ്. എന്നാൽ ആ ശ്രീരാമചന്ദ്രനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. പിന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ യശോദാമ്മ പറയുക, ഒരു ദിവസം ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി കിടന്നു, രോഹിണിയുടെ അടുത്ത് രാമനും കിടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കഥ പറഞ്ഞു വന്ന് ആ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നങ്ങോട്ട് പറയൽ കേൾക്കലല്ല, കൃഷ്ണൻ ചാടി എഴുന്നേറ്റ് കൊണ്ടുപോവാ ലക്ഷ്മണ വില്ലും ശരങ്ങളും എന്ന് പറയലല്ല, അപ്പുറത്തുനിന്ന് രാമൻ എഴുന്നേറ്റ് ഇപ്പം കൊണ്ടുവരാം എന്ന് അവിടുന്ന് ഇങ്ങിടും. എന്താ കൃഷ്ണ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും ചിരിച്ചും കൊണ്ട് വേഗം കിടന്നുറങ്ങി. അതേപോലെ സീതാദേവിയെ ഉപേക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞാൽ കൃഷ്ണൻ്റെ കണ്ണ് നിറയും. കൃഷ്ണൻ പറയും, എന്തെങ്കിലും രാമൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യയെ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി വിടുമോ എന്നൊക്കെയാണ് കൃഷ്ണൻ ചോദിക്കാറ്. ഇവരിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറൊരു ഗോപി പറയുക, ഇതൊന്നുമല്ല, എൻ്റെ ഗൃഹത്തിൽ വന്ന് കാണിച്ച കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല. അതെന്താന്നായി. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഗൃഹത്തിൽ വന്നിട്ടേ ഞാൻ കുറച്ച് പാലും കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി പ്രത്യേകം തയ്യാർ ചെയ്ത് അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിശപ്പ് വന്നപ്പോൾ വല്ലാത്ത ദാഹമുണ്ട്, വിശപ്പുണ്ട്, എന്നാൽ പോയി അത് കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ വന്നിട്ടില്ല. ഭാഗ്യം, ഞാൻ വിളക്കൊന്നും കൊളുത്താതെ അതിൽ നിന്ന് ആ പാല്, നല്ല ചൂട് പാല് എടുത്ത് 2 കവിള അങ്ങോട്ട് ഇറക്കി. അപ്പോഴാണ് മനസ്സിലായത്, ഗോരസം തന്നെയാണ്, പാല് ഗോരസാണ്, ഇത് പാലല്ല, വേറൊന്നാണ്, വേറൊരു ഗോരസം, ഗോമൂത്രം. കൃഷ്ണനാണ് ഇതാക്കി വെച്ചേക്കണത്. എന്നാൽ ഒരു ഉണ്ണിയപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒരു കടി കടിച്ചതേ ഓർമ്മയുള്ളൂ. നോക്കുമ്പോൾ ഉണ്ണിയപ്പം പോലെ ഉരുട്ടി വെച്ചേക്കണു, നല്ല ചാണകം. ഈ കൃഷ്ണൻ്റെ കുറുമ്പുകളെന്ന് പറഞ്ഞാൽ തീരില്ല എൻ്റെ യശോദ. ഇങ്ങനെ കുറുമ്പൻ ഇതേവരെ കണ്ടിട്ടില്ല. എന്തൊരു വികൃതിയാണ് ഈ ഉണ്ണിക്ക്. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഗോപിക പറഞ്ഞു, കുറച്ച് പ്രായമായിട്ടുള്ള ഗോപികയാണ്, കണ്ണൊന്നും നേരാവണ്ണം കണ്ടേർന്നില്ല. യശോദാമ്മ ചോദിച്ചു, അമ്മയ്ക്കും എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ണിയെക്കുറിച്ച്? ഉണ്ടെന്ന് പറഞ്ഞു. ഇവരൊക്കെ ഉണ്ണിയെക്കുറിച്ച് കുറ്റം പറയണില്ലേ? ചില ആളുകൾ പറയണില്ലേ യശോദയ്ക്ക് ഭാഗ്യമായിട്ടാണ് ഈ പ്രായമായ കാലത്ത് ഉണ്ണി ഉണ്ടായതെന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഭാഗ്യമല്ല യശോദേ, മഹാഭാഗ്യം എന്ന് വേണം പറയാൻ. അതെന്താ? യശോദാമ്മയ്ക്ക് അത്ഭുതമായി. തൻ്റെ ഉണ്ണിയെക്കുറിച്ച് എന്തോ നല്ലത് പറയാൻ പോണു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഉണ്ണിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ ഉണ്ണിയുടെ പൊന്നിൻ ചിലമ്പിൻ്റെ കിലുക്കം കേൾക്കാൻ ഞാൻ കാതോർത്ത് നിന്നിട്ടുണ്ട്. എനിക്ക് കാണണമെന്ന് മോഹമുണ്ട്, സാധിക്കില്ലല്ലോ. എനിക്ക് കണ്ണ് കാണാൻ വയ്യല്ലോ യശോദേ. അതൊന്നും സാരമില്ല അമ്മേ. അപ്പോൾ പറഞ്ഞു, അതോ അങ്ങനെ ഞാൻ ആ ഉണ്ണിയെ ഇങ്ങനെ വിചാരിച്ചും കൊണ്ട് പലപ്പോഴും ഒരു പാത്രത്തിൽ പാലുണ്ടാക്കി പഞ്ചസാരയൊക്കെ ഇട്ട് കൽക്കണ്ടമൊക്കെ ചേർത്ത് ഭംഗിയായിട്ട് അവിടെ എടുത്തു വയ്ക്കും. പക്ഷേ ഒരു ദിവസം പോലും ഉണ്ണി വന്നിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആ ഉണ്ണിയുടെ കാൽച്ചിലമ്പിൻ്റെ ഒച്ച ഞാനിങ്ങനെ കേട്ടു. എൻ്റെ അടുക്കളയിലും ആ കാർമേഘവർണ്ണൻ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോഴോ ആ പാലെടുത്ത് ഉണ്ണി ഇങ്ങനെ കുടിച്ച് വായ നിറച്ചു വെച്ചേക്കാണ്. ഞാൻ ആ ഉണ്ണിയെ കാണാനുള്ള മോഹത്തോടു കൂടി മുട്ടുകാലിൽ കൈകൾ ഊന്നി മുഖത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ണി വായിലുണ്ടായിരുന്ന പാല് മുഴുവൻ എൻ്റെ കണ്ണിലേക്ക് അങ്ങോട്ട് തുപ്പി. യശോദാമ്മ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഞാനും ആ ചൂടുപാല് കണ്ണിൽ വീണാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ക്ഷീരധാര എനിക്ക് ക്ഷീരാബ്ധിവാസനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹമായി മാറിയെന്നാണ് തോന്നണത്. കാരണം എനിക്ക് കണ്ണ് തുറന്നപ്പോൾ എല്ലാം വ്യക്തമായിട്ട് കാണാറായി തുടങ്ങി.
യശോദയെ നിന്നെ കാണാം, എനിക്ക് ഈ കണ്ണനെ കാണാം എന്ന് വേണ്ട സകലതും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഗ്യമല്ലേ, മഹാഭാഗ്യമല്ലേ ഉണ്ണിയെ കിട്ടിയത്. ഇങ്ങനെ ഓരോ തരത്തിൽ അവർ അവലാതി പറഞ്ഞപ്പോൾ യശോദാമ്മ ഒരു ദിവസം പറഞ്ഞു, ഇനി ഉണ്ണി നിങ്ങളുടെ ഗൃഹത്തിൽ വന്നാൽ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നോളൂ, ഞാൻ നേരിട്ട് ചോദിക്കാം. എന്നാൽ ശരി എന്നും അവിടെ പറഞ്ഞു. അതനുസരിച്ച് ഭഗവാൻ വിചാരിച്ചു, എന്നാൽ എല്ലാവരും നാളെ തന്നെ എന്നെ പിടിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നോട്ടെ. പിറ്റേ ദിവസം പല രൂപങ്ങൾ ധരിച്ചും കൊണ്ട് ഉണ്ണികൃഷ്ണൻ ഒരു സ്ഥലത്തേക്ക് മഞ്ഞപ്പട്ട് കൊടുത്താണെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പട്ടുകോണം കൊടുത്ത്, വേറൊരു സ്ഥലത്തേക്ക് വേറൊരു വേഷത്തിൽ, ഇങ്ങനെ പല പല വേഷങ്ങളെ കെട്ടിക്കൊണ്ട് അവിടുന്ന് ചെന്നു. എല്ലാ ഗോപികമാരും ഉണ്ണിയെ പിടികൂടി തങ്ങളുടെ ആ പുറത്ത് ഉപ്പും ചാക്കും കൊണ്ടിരുന്നത് വരെ പോലെ ആ ഉണ്ണിയും കൊണ്ടിങ്ങോട്ട് വന്നു. യശോദാമ്മയുടെ കഥകിൽ വന്ന് മുട്ടി. അതേ, കള്ളനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ അവരുടെ കയ്യിൽ അവരുടെ ആ കൃഷ്ണനാണെന്നാണ് തോന്നുന്നത്, മറ്റുള്ളവരുടെ കയ്യിലോ ഒക്കെ അവരുടെ ഉണ്ണികളും. അങ്ങനെയാണ് അവർക്ക് അപ്പം തോന്നിയത്. യശോദാമ്മ വന്ന് വാതിൽ തുറന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി അബദ്ധായി. എന്താ അത്, യശോദാമ്മയുടെ കയ്യിലുണ്ട് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഒപ്പമുള്ളതോ കള്ളനെ പിടിച്ചു എന്നും പറഞ്ഞാണ് യശോദാമ്മയെ വിളിച്ചത്. നോക്കിയപ്പോൾ എല്ലാം അവരവരുടെ കുട്ടികൾ. ഈ മമതാബന്ധം, ഞാനെന്നും നിൻ്റേതെന്നുമുള്ള ആ മമതാബന്ധം ഉണ്ടല്ലോ, അതില്ലാതെയാവണം എന്നെ കിട്ടാൻ എന്ന് ഭഗവാൻ പറയുന്നത് പോലെ യശോദയ്ക്ക് ഉണ്ണിക്കണ്ണനെ ഒന്ന് ദേഷ്യപ്പെടാൻ പോലും തോന്നിയില്ല. ആ മുഖത്തേക്ക് നോക്കിയാൽ എങ്ങനെയാ ദേഷ്യപ്പെടാൻ തോന്നുക? ആ മുഖാരവിന്ദം അതിങ്ങനെ വിടർന്ന് നിൽക്കണ പോലെ അമ്മേന്നൊന്ന് വിളിച്ചാൽ മതി, ആ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ മതി, അമ്മയുടെ ദേഹത്ത് ഇങ്ങനെ ചേർന്ന് നിന്നാൽ മതി. അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. ഇതിനിടയിലാണ് ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് യശോദാമ്മയുടെ അടുത്ത് വന്ന് കുട്ടികൾ വന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ യശോദാമ്മയ്ക്ക് പരിഭ്രമായി. ഉണ്ണിയോട് ചോദിച്ചു, എന്തിനാ ഉണ്ണി മണ്ണ് തിന്നത്? മണ്ണ് തിന്നാൽ ദണ്ണം വരുന്ന അറിയില്ലേ? ഗോപാലന്മാരൊക്കെ പറയുണ്ടല്ലോ. ഏട്ടനും പറഞ്ഞുല്ലോ, നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിന. ഞാൻ തിന്നില്ല അമ്മേ, ഇവരൊക്കെ നുണ പറയുക, സംശയം ഉണ്ടെങ്കിൽ എന്നെ നോക്കിക്കോളൂ, ഞാൻ മാത്രമാണ് സത്യം എന്ന് പറയാതെ പറയുകയാണ് ഭഗവാൻ. അവിടെ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, എങ്കിൽ അമ്മ ദാ എൻ്റെ വായൊന്ന് തുറന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ തൻ്റെ ആ വായ മെല്ലെ അങ്ങനെ അങ്ങോട്ട് തുറന്നതും ഈശ്വര തത്വത്തിനൊരിക്കലും മറവോ മുറിവോ ഇല്ലാത്ത വെറും വിനോദത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച ഭഗവാൻ വായ അങ്ങോട്ട് തുറന്നപ്പോൾ ആ കുഞ്ഞു വായ്ക്കകത്ത് എന്തൊക്കെയാ കണ്ടത്? കാണാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ സകലതും, ആകാശം, ദിക്കുകൾ, പർവ്വതങ്ങൾ, ദ്വീപുകൾ, സമുദ്രങ്ങൾ എന്ന് വേണ്ട ഒരമ്പാടി, ആ അമ്പാടിയിൽ ഒരു യശോദ, ആ യശോദയുടെ മുമ്പിൽ ഒരു ഉണ്ണികൃഷ്ണൻ, ആ ഉണ്ണികൃഷ്ണൻ്റെ വായ്ക്കകത്ത് ഈ സകല ചരാചരങ്ങളും, അതിനകത്തൊരമ്പാടി, അതിനകത്തൊരു യശോദ, അതിനകത്തൊരു ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെ എത്ര 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 പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ണികൃഷ്ണൻ്റെ വായ്ക്കകത്ത് അമ്മ ഇങ്ങനെ കണ്ടു. തൻ്റെ മുമ്പിൽ വായ് തുറന്ന് നിൽക്കുന്ന മറ്റൊരു ഉണ്ണികൃഷ്ണൻ എത്രയാ കണ്ടത്? എന്തായി കാണുന്നത്? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നിങ്ങനെ വിചാരിച്ച് യശോദ അന്തിച്ചിങ്ങനെ നിൽക്കണു. അപ്പോൾ ലോകം ഏതിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത്? യാതൊന്നിൽ നിന്നാണോ പ്രകടമായിരിക്കുന്നത്? ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ പരമപദത്തെ ഞാനിതാ നമസ്കരിക്കണു എന്നുള്ള രീതിയിൽ വീണിങ്ങനെ നമസ്കരിച്ച ആ തത്വബോധത്തിലേക്ക് യശോദ എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ അമ്മയെ അമ്മിഞ്ഞ തരൂന്നും പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെന്നു. അതോടുകൂടി യശോദാമ്മയ്ക്ക് പഴയ തത്വബോധമൊക്കെ നഷ്ടപ്പെട്ടു. പുത്രബോധം, പുത്രഭാവം വന്നു എന്നാണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ, സാഖ്യം, യോഗം എന്നിവ കൊണ്ട് വർണ്ണിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ യശോദ സ്വന്തം ഉണ്ണിയായിട്ട് ധരിച്ചു. അതേ പാടുള്ളൂ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. കാരണം എന്താ? എങ്കിലേ ലീലകൾക്ക് മാധുര്യം ഉണ്ടാവുള്ളൂ. പരീക്ഷത്തിന് സംശയമായി, ആരാണ് ഈ യശോദയും നന്ദഗോപുരം? ഇത്രയും വലിയ ഭാഗ്യം ദേവകിക്കും വസുദേവർക്കും കിട്ടാത്ത ഭാഗ്യമാണല്ലോ ഇവർക്ക് കിട്ടിയത്. അപ്പോൾ പറഞ്ഞു, ദേവന്മാരുടെ ഇടയിൽ ദ്രോണൻ എന്ന വസു, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ധര. ഭഗവാന്റെ അവതാര ലീലകളിൽ പങ്കെടുക്കാനായി ഭൂമിയിൽ ചെന്ന് ജനിക്കാൻ ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഭഗവാനിൽ ഞങ്ങൾക്കെന്നും ഭക്തി ഉണ്ടാവണം, ഭക്തി കൊണ്ട് മാത്രമേ പാപം നശിച്ച് ദുർഗതി ഇല്ലാതെ ആവാൻ കഴിയൂ എന്ന് പറഞ്ഞ് ദ്രോണനും ധരയും അവർ ഭഗവാനോട്, ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ആ ദ്രോണനാണ് നന്ദഗോപരായി വന്നത്, ധരയാണ് യശോദയായി തീർന്നത് എന്നും പറഞ്ഞു. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മദേവനിൽ നിന്നും വരം വാങ്ങിയിരുന്നത് കൊണ്ട് അവർക്ക് കൃഷ്ണനിൽ ഇത്രയും ഭക്തി ഉണ്ടായി.
ആ ബ്രഹ്മദേവൻ കൊടുത്ത വരം സത്യമാക്കാനാണ് ഭഗവാൻ ഗോകുലത്തിൽ ചെന്ന് തൻ്റെ ബാലലീലകളെ കൊണ്ട് യശോദയെയും നന്ദഗോപരെയും ആനന്ദിപ്പിച്ചത് എന്നും അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ആ ബ്രഹ്മദേവനെയും ഭഗവാൻ അത്ഭുതപ്പെടുത്തി. അതേപോലെ നാരദൻ്റെ വാക്കുകളെ സത്യമാക്കാൻ കുബേരപുത്രന്മാരെ അനുഗ്രഹിച്ചു. അതാണ് ഉലൂഖലബന്ധനം എന്നുള്ള കഥ. ശ്രീകൃഷ്ണൻ്റെ 3-ാമത്തെ വയസ്സിലാണ് ഈ കഥ നടക്കുന്നത് അത്രേ. കാലത്ത് ഉണ്ണികൃഷ്ണനെ വിളിക്കും, ഉണരൂ ഗോപാല ഉണരൂ യാദവ ഉണരൂ നന്ദഗോപാത്മജ, ഉലകെല്ലാം ഉണർന്നല്ലോ കേശവ ഉണരുക എൻ്റെ യാദവ. യശോദാമ്മ വിളിക്കും, അച്ഛൻ എണീട്ടു, ഏട്ടൻ എണീട്ടു, ദാ ഗോപാലന്മാർ വന്ന് വിളിക്കണു, ഗോപികമാർ വന്ന് കാത്തു നിൽക്കണു, ഉണ്ണിക്ക് വെണ്ണ വേണ്ടേ, തൈര് വേണ്ടേ, പശുക്കളും അതേപോലെ തന്നെ പൂച്ചക്കുറിഞ്ഞികളും അതേപോലെ തത്തയും ഒക്കെ വന്ന് വിളിക്കണു, ഉണ്ണി എണീക്കൂ എണീക്കൂ. ഉണ്ണി എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. എത്രയായാലും അങ്ങോട്ട് എഴുന്നേൽക്കില്ല. അങ്ങനെ അവസാനം യശോദാമ്മ അവിടെ ഇരുന്ന് തൈര് കലക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ തൈര് കലക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴോ അപ്പോൾ പാടാൻ പാട്ടിയ നല്ല പാട്ടുകൾ ഗോപികമാർ എഴുതി കൊടുത്തിട്ടുണ്ട്. ചില ഗോപികമാരെഴുതും, ഗോകുലത്തിൽ ചില ഭംഗിയായിട്ട് കവിത എഴുതണ കവികളൊക്കെ ഉണ്ട്, അവരൊക്കെ പാട്ടുകൾ ഉണ്ടാക്കും. ഈ പാട്ടുകളൊക്കെ യശോദാമ്മയ്ക്ക് തന്നെ കൊടുക്കും. യശോദാമ്മ പാട്ടുകളൊക്കെ ഭംഗിയായിട്ട് സംഗീതമൊക്കെ കൊടുത്ത് അവിടെ മനോഹരമായിട്ട് പാടും. അതിങ്ങനെ കേട്ടും കൊണ്ട് ഉണ്ണി കിടക്കുക. അപ്പോഴാണ് അമ്മദാ വന്ന് തൈര് കലക്കണതിൻ്റെ ശബ്ദം, കട്ടക്കട്ടാ കട്ടക്കട്ടാ എന്നുള്ളൊരു ശബ്ദം കേൾക്കാണ്ട്. അപ്പോൾ വെണ്ണ കഴിക്കാനുള്ള മോഹത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പതുക്കെ എഴുന്നേറ്റു. പുറത്തു വന്ന് നിൽക്കുന്ന ഗോപാലന്മാരെയും ഗോപികമാരെയും ഒക്കെ നോക്കി അവരോട് പറഞ്ഞു ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റു. അപ്പോഴോ മുടി അഴിഞ്ഞു വീണ് തോളറ്റം വരെ കിടക്കുന്നുണ്ട് മുടി, കുന്തളഭാരം, മയിൽപ്പീലി എവിടെയോ വീണുപോയി. ഇവിടുന്നും തപ്പിയെടുത്തു ആ ഓടക്കുഴൽ കയ്യിൽ. മാലകളും വളകളൊക്കെ അമ്മ അഴിച്ചു വെച്ചേക്കാണ്. പൊന്നിൻ ചിലമ്പുണ്ട്, പൊന്നിൻ കിങ്ങിണിയുണ്ട്, മകരകുണ്ടലം കാതിലിങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്, അതിൻ്റെ ശോഭ മുഖത്ത് വന്നിങ്ങനെ തട്ടുന്നുണ്ട്. സൂര്യൻ ആ ഉണ്ണികൃഷ്ണൻ്റെ തിലകം ഭംഗിയായിട്ട് തിളങ്ങാൻ മേശാന്തി കാണിക്കുന്നത് പോലെ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകാശം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആ ഉണ്ണികൃഷ്ണൻ പതുക്കെ അവിടുന്ന് എഴുന്നേറ്റു. പട്ടുകോണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എവിടെയാണെന്ന് ചോദിച്ചാൽ പുറകിലിങ്ങനെ തൂങ്ങിക്കിടക്കണു, മുൻഭാഗത്തെ ആ പിടുത്തം വിട്ടുപോയിക്കണു. അങ്ങനെ പതുക്കെ നടന്ന് ഉമ്മറപ്പടി അമ്മയുടെ അടുത്തേക്ക് ശബ്ദമില്ലാണ്ട് ചെല്ലണമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ ഉമ്മറപ്പടി അങ്ങോട്ട് കടന്നതും ചിലും എന്ന് പറഞ്ഞൊരു ശബ്ദം. യശോദാമ്മ പറഞ്ഞു, ഉണ്ണി എഴുന്നേറ്റുമോ എന്ന് ചോദിക്കലും ഉണ്ണി ഓടി ഇങ്ങോട്ട് വന്നു. എന്നിട്ടോ ആ യശോദാമ്മയുടെ പുറകിൽ വന്ന് അമ്മയുടെ കഴുത്തിൽ വട്ടത്തിൽ ഇങ്ങോട്ട് പിടിച്ചു. മഹാദേവൻ്റെ കഴുത്തിൽ ആ കരിനാഗം പോലെ അല്ലെങ്കിൽ അമ്മയുടെ കഴുത്തിലെ കരിമണിമാല പോലെ ഉണ്ണികൃഷ്ണൻ്റെ കയ്യ് ആ അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടന്നു. എന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടി. അമ്മയുടെ കവിളിൽ ഉമ്മ കൊടുത്തു. അമ്മ ഉണ്ണികൃഷ്ണനെ ഉമ്മ വെച്ചു. അമ്മ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്, തൈര് കലക്കിക്കൊണ്ടിരിക്കണു. പിന്നെ അമ്മയുടെ മടിയിലേക്ക് അങ്ങോട്ട് കയറി. അമ്മ തൈര് കലക്കല്ലേ. എന്നിട്ടോ അമ്മയുടെ കഞ്ചുകം അഴിച്ച് അമ്മിഞ്ഞ പാല് കുടിക്കാൻ തുടങ്ങി ഉണ്ണികൃഷ്ണൻ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ കുടിക്കുമ്പോഴോ അമ്മയുടെ കൈവളകൾ, അതേപോലെ അമ്മയുടെ പാദസ്ഥിരം, അതിൻ്റെ ശബ്ദമുണ്ട്. അതേപോലെ ഈ തൈരിങ്ങനെ ഇളകുമ്പോഴുള്ള ചിലു 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 എന്നുള്ള ശബ്ദമുണ്ട്. അമ്മയുടെ പാട്ടുണ്ട്. അതേപോലെ ഈ കടകോലിൻ്റെ ശബ്ദം, അതിൻ്റെ ഒരു ശബ്ദം, കടകടാ കടകടാ എന്നുള്ള ശബ്ദം, എല്ലാം കൂടി നല്ല വൃന്ദവാദ്യം. എങ്കിൽ നല്ല രസം. ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു മോൾപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് അമ്മയുടെ പാലും കുടിച്ച് ഇങ്ങനെ കിടക്കണു. വലത്തെ കൈയിലുള്ള ഓടക്കുഴലുകൊണ്ട് അമ്മയുടെ പുറത്ത് ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട്. ഇടത്തെ കൈ കൊണ്ട് ആ കടകോലുമ്മേ ഒന്നിങ്ങനെ അമർത്തി പിടിച്ചു. കടകോല് നാലും തിരിയുന്നുണ്ട്. കടകോലിൻ്റെ അടിയിൽ ആ വെണ്ണയ്ക്ക് ഇങ്ങോട്ട് തിരക്കായി. ഉണ്ണികൃഷ്ണൻ്റെ ആ കരാരവിന്ദങ്ങളെ കണ്ടപ്പോൾ അതിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള മോഹം. ഭഗവാൻ അങ്ങനെ ഇരുന്നു. നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പാലിങ്ങനെ കുടിച്ച് വായയിൽ നിറച്ചു വെച്ച് ആ ചെഞ്ചോരി വായിൽ നിന്ന് കുറേശ്ശെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണ് യശോദയ്ക്ക് ഓർമ്മ വന്നത്. അയ്യോ, അവിടെ അടുപ്പത്ത് പാൽക്കലം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ മറന്നുപോയി. വേഗം ഉണ്ണികൃഷ്ണനെ അവിടെ നിർത്തി ഓടിപ്പോയി. ഭഗവാന് ദേഷ്യം വന്നതുപോലെ കാണിച്ചു. എന്തിനാ? വേറൊരു ലീലയാടാനുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത്, അമ്മയുടെ ഉള്ളിൽ എൻ്റേതെന്നും ഞാനെന്നുള്ളൊരു ബോധം ഇപ്പോഴും ഉണ്ട്. അതും കൂടി ഒന്ന് മാറ്റിക്കൊടുക്കണം. അതിന് ഭഗവാൻ ഒരു ലീലയാടി. ആ പുറത്തുപോയി അമ്മിക്കല്ലെടുത്ത് കൊണ്ടുവന്ന്
ഈ തൈരിൻ്റെ പാത്രത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടു. മണ്ണിൻ്റെ പാത്രം ആയതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ടി വന്നില്ല. എന്നിട്ട് കുറച്ച് പാലിന് വേണ്ടി അമ്മ എന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ആ അമ്മിക്കല്ലെടുത്ത് അതിൽ കൊണ്ടുവന്ന് ഇട്ടത്. മേൽപ്പത്തൂര് ഈ സന്ദർഭത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു ഭാവന നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മന്ധദണ്ഡമുപതാഡിതം, മന്ധദണ്ഡം കൊണ്ട് കടകോല് കൊണ്ട് തൈർക്കലം ഉടച്ചു എന്നാണ് മേൽപ്പത്തൂര്. ഭഗവാൻ മേൽപ്പത്തൂരിനോട് ചോദിച്ചു അത്രേ, പട്ടേരി അന്ന് പട്ടേരി ഭാഗവതം മുഴുവൻ വായിക്കാണ്ടാണോ ഇതൊക്കെ എഴുതണത്? അല്ല ഭഗവാനെ, ഈ അമ്മിക്കല്ലൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ടുവരുമോ? അമ്മിക്കുഴവി എടുത്തുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും സൗകര്യമായിട്ട് അവിടെ ആ കടകോലുള്ള സമയത്ത് ആരെങ്കിലും ആ അമ്മിക്കുഴവി എടുത്തു കൊണ്ടുവരുമോ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ ചോദ്യം. ഏതായാലും നാരായണീയത്തിലെ കടകോലായിട്ട് തന്നെ നിൽക്കണു. അവിടുന്ന് ആ വെണ്ണ എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഓടിപ്പോയി. അമ്മ വന്ന് നോക്കുമ്പോൾ സകലതും തകർന്നിരിക്കണു. ഉണ്ണികൃഷ്ണൻ്റെ ശുണ്ഠിയും വികൃതിയും ഓർത്തിട്ട് യശോദയ്ക്ക് ചിരി വന്നു. എന്നാലും അങ്ങനെ പറ്റില്ല, വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് തീർച്ചപ്പെടുത്തി ഒരു ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി വളർന്നു വലുതാകുമ്പോൾ മോശമാവും. ഗോപികമാരതാ പറയണത്, ഉണ്ണിയെ നല്ലോണം ശിക്ഷിക്കണം കേട്ടോ. വടി എടുക്കാൻ തോന്നണില്ല, അപ്പം എന്താ ചെയ്യുക? എങ്കിലും ഒരു വടിയൊക്കെ എടുത്തു. ആ കടകോല് കെട്ടിയിരുന്ന ചരട് കയ്യിലെടുത്തു. കെട്ടിയിടാം കുറച്ച് നേരം. കുറുമ്പ് കാണിച്ച് ഇങ്ങനെ ഓടി നടക്കുമ്പോഴാണ് കുഴപ്പം. അങ്ങനെ തീരുമാനിച്ചു. കയറുമായിട്ട് വടിയൊക്കെ ആയിട്ട് ഇറങ്ങി നടന്നു. ഉണ്ണിയെ നോക്കിയിട്ട് കാണാനില്ല. അവസാനം വടി കളഞ്ഞു. വടി കൊണ്ടൊന്നും തല്ലാൻ വയ്യ. ഒരു മയിൽപ്പീലി തുണ്ട് എടുത്തു, അതുകൊണ്ട് തല്ലാം എന്ന് തീർച്ചപ്പെടുത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉരൽപ്പുരയിൽ ഉലകിൻ്റെ നായകൻ ദാ അവിടെ ഉത്തമസ്വരൂപനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവിടെ യശോദയ്ക്ക് പിടികിട്ടാൻ കുറേ സമയം വേണ്ടി വന്നു. എന്നാലും യശോദയുടെ ദൃഷ്ടിയിൽ കൃഷ്ണൻ കുറ്റക്കാരനാണ്. തൈർക്കല മുടച്ചു, തലേ ദിവസത്തെ വെണ്ണ മോഷ്ടിച്ചു, സ്വയം തിന്നത് ബാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു. ഒരു ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. ഭഗവാനോ ഭയപ്പെട്ട് വിറക്കാൻ തുടങ്ങി. കുന്തിദേവി പറഞ്ഞതുപോലെ എല്ലാ അഭിനയവും ഗംഭീരമാണ് ഭഗവാനെ. പക്ഷേ ആ ലോകത്തെ മുഴുവൻ സൂര്യൻ ജ്വലിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും കാറ്റ് വീശുന്നതൊക്കെ ആരെ പേടിച്ചിട്ടാണോ ആ ആള് യശോദാമ്മയുടെ കയ്യിലുള്ള 2 അങ്കുലം നീളമുള്ളൊരു വടിക്കഷ്ണത്തിന് മുമ്പിൽ പേടിച്ച് വിറക്കണത് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര അഭിനയം തന്നെയാണ് ഭഗവാനെ എന്ന്. ആ കണ്ണുകൾ ഇടത് കൈ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അമ്മയുടെ മുഖത്തേക്കും കയ്യിലുള്ള വടിയിലേക്കും നോക്കുന്നുണ്ട്. യശോദ ദാ അത് ശരി, ഭഗവാൻ ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കണു. യശോദയുടെ കോപാഭിനയവും കൃഷ്ണൻ്റെ ഭയാഭിനയവും ആരാ അപ്പുറത്തേക്കും കയറി നിൽക്കണതെന്ന് ഇഷ്ടമില്ല. ഒരാൾക്ക് ആ കൃഷ്ണൻ്റെ അഭിനയം കണ്ടാൽ ഏറ്റവും നല്ല നടനുള്ള ആ പുരസ്കാരം കൊടുക്കാൻ തോന്നും. യശോദാമ്മയുടെ അഭിനയം കണ്ടാലോ അതൊട്ടും മോശമല്ല. കൃഷ്ണൻ്റെ മുമ്പിൽ കോപിക്കുന്നത് പോലെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അവസാനം എന്തായി? അഭിനയത്തിൽ യശോദ തന്നെ തോറ്റു. നാടകാഭിനയത്തിൽ ലോക ചക്രവർത്തിയാണ് ഭഗവാൻ. എല്ലാത്തിലും ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ആ അമ്മ ഉണ്ണി പേടിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ വടി കളഞ്ഞു, അല്ലെങ്കിൽ ആ മയിൽപ്പീലി കളഞ്ഞു. അത് കഴിഞ്ഞ് ഉരലിന്മേൽ കെട്ടിയിടാൻ നോക്കി. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അകവും പുറവും നിറഞ്ഞ പ്രപഞ്ചാകാരേണ വിളങ്ങുന്ന കൃഷ്ണനെ യശോദയ്ക്ക് കെട്ടാൻ പറ്റുമോ? സാധിക്കില്ല. മകനായി കണക്കാക്കിക്കൊണ്ട് യശോദ ഉരലിനോട് ചേർത്ത് ബന്ധിക്കാൻ നോക്കി. കയറിൻ്റെ ഒരറ്റം ആ ഉരലിൽ മുറുക്കി കെട്ടി. ബാക്കി ഭാഗം കൊണ്ട് കൃഷ്ണനെ ഉരലിൽ കെട്ടാൻ നോക്കി, പറ്റണില്ല. 2 വിരൽ നീളം കുറവ്. വീണ്ടും കയറ് കൊണ്ടുവന്നു. വീണ്ടും ഇങ്ങനെ എത്ര നോക്കിയിട്ടും സാധിക്കണില്ല. അമ്മ തളർന്നു തുടങ്ങി. മമതയുടെയും അഹന്തയുടെയും 2 അങ്കുലം ആ നീളക്കുറവ് അതില്ലാതെ ആവണം. അതില്ലാതെ ആയിക്കഴിഞ്ഞാലേ എന്നെ കെട്ടിയിടാൻ സാധിക്കുള്ളൂ എന്നാണ്. മുറിയിലെ ആ മുടിയിലുണ്ടായിരുന്ന പൂമാല ഉതിർന്ന് താഴെ വീണു. വിഷമിച്ചു അമ്മ. ഗോപികമാരൊക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഭഗവാനെ ബന്ധിക്കാൻ കഴിയണില്ല എന്ന് യശോദ അമ്മയ്ക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. പക്ഷേ അഹം ഭക്തപരാധീന, ഭക്തർക്ക് താൻ അധീനനാണെന്ന് കാണിച്ചു കൊടുത്തു ഭഗവാൻ. അവിടെ ദാ യശോദാമ്മ ഭക്തിഭാവം കൊണ്ട് പ്രണയരശനയാ സ്നേഹപാശം കൊണ്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ഭഗവാൻ നിന്നുകൊടുത്തു എന്നാണ്. ആർക്കും കെട്ടിയിടാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ. പക്ഷേ അമ്മയുടെ സ്നേഹപാശത്തിന് മുമ്പിൽ ഭഗവാൻ നിന്നുകൊടുത്തു. അപ്പോഴേക്കാണ് കുട്ടികളൊക്കെ ഓടി വന്നത്. അവരൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ ഇങ്ങനെ കുറുമ്പ് കാണിക്കണോ?
ഞങ്ങൾ പറയാറുള്ളതല്ലേ, പാല് കഴിച്ചാലും വെണ്ണ കഴിച്ചാലും പാത്രം പൊട്ടിക്കരുതെന്ന്. ഇപ്പോൾ പാത്രം പൊട്ടിച്ചിട്ട് എന്തായി? ഇന്ന് ഇനിയിപ്പോൾ കളിയില്ലാതെയായി. ഭഗവാൻ പറഞ്ഞു, എന്ത് കളിയില്ലാതെയായി? എല്ലാ കളിയുണ്ട്. അല്ല, ഇനിയിപ്പോൾ എങ്ങനെയാണ് കളിക്കുക? അതാണോ പുതിയ കളിയാണ്. ഏട്ടനെവിടെ? അപ്പോഴേക്കും ബലരാമേട്ടൻ വന്നു. ഏട്ടാ, നമുക്ക് ഇന്ന് ആനക്കളി കളിക്കാം. അതെന്താ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനാണ് ആന. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏയ് വേണ്ട, ഞാനാവാം കൃഷ്ണ. കൃഷ്ണന് പറ്റില്ല, കൃഷ്ണന് ശക്തി കുറവല്ലേ. ഏട്ടനേക്കാളും ശക്തി എനിക്കുണ്ട്, നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ആന കളിക്കണത് എന്നാ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ഭഗവാൻ ആ ഒരല് മറിച്ചങ്ങോട്ട് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ആന, കൃഷ്ണൻ ആന. ഏട്ടൻ ആനയായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഏട്ടൻ ആ ഐരാവതം പോലെ ദേവേന്ദ്രൻ്റെ ആന പോലെയാണ് ഇരിക്കുന്നത്, വെളുത്ത് വെളുത്ത്. അപ്പം ഞാനല്ലേ നല്ല യോജിപ്പ്. കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു അതെ. എന്നാൽ കൃഷ്ണൻ ആനയായിട്ട് നടക്കുക, ഞങ്ങളൊപ്പം നടക്കുക, എന്നിട്ട് പുറത്തേക്ക് പോവുക. കൃഷ്ണൻ ഇതൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കിതൊക്കെ വലിക്കാൻ പറ്റും. എന്നാൽ ശരി എന്നും പറഞ്ഞ് അവിടുന്ന് പതുക്കെ ആ ഒരലും വലിച്ചുകൊണ്ട് ഭഗവാൻ നടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് രാമൻ പറഞ്ഞത്, കൃഷ്ണ പട്ടുകോണം പോലും ഇല്ല ദേഹത്ത്, നാണാവില്ലി എങ്ങനെ പുറത്തേക്ക് പോകാൻ? ഭഗവാനും ആലോചിച്ചു, തനിക്ക് നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന തനിക്ക് അങ്ങനെ വസ്ത്രമൊന്നും ആവശ്യമില്ല. എങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ സ്തുതിക്കാൻ വരുന്ന 2-3 ആളുകളുണ്ടാവും. അവർ കാണുമ്പോൾ ഒരു പട്ടുകോണെങ്കിലും എടുത്ത് നിന്നില്ലെങ്കിൽ മോശമല്ലേ. ഏട്ടാ ഒരു കാര്യം ചെയ്തോളൂ, ഈ പട്ടുകോണൊന്ന് ഉടുപ്പിച്ചു തരൂ. ഏട്ടനാണ് പട്ടുകോണം ഉടുപ്പിച്ചു കൊടുത്തത്. ഇനി എന്താ വേണ്ടത് കൃഷ്ണ? ഇനി ആ ചരട് എടുത്തിട്ടേ എൻ്റെ തലമുടി ഒന്ന് കെട്ടിത്തരൂ. ഭംഗിയായിട്ട് ആ ബലരാമസ്വാമി കെട്ടിക്കൊടുത്തു. ഇനി ഒരു പീലി വേണം. അയ്യോ, പീലിയൊക്കെ എവിടുന്നാ കൃഷ്ണ കിട്ടുക? അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടി വേറെ കിട്ടും. അല്ല, ഒരു സൂത്രമുണ്ട്, അവിടെ പോയി നോക്കൂ. അമ്മ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഒരു പീലി. ആ പീലി എടുത്തു കൊണ്ടുവന്നു. നെറുകയിൽ വേണ്ട പോലെ കുത്തിനാൻ. വേണ്ടതുപോലെ രാമൻ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഗോപി വേണമെന്നാണ് കൃഷ്ണന്. ഗോപാലന്മാർ പോരെ കൃഷ്ണ എന്ന് ചോദിച്ചു ബലരാമസ്വാമി. അതല്ല ഏട്ടാ, നെറ്റിയിലൊരു ഗോപി വേണമെന്നാ. ഇനിയിപ്പോൾ ഗോപി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഒന്ന് അടി കിട്ടില്ലേ. ഒരു കാര്യം ചെയ്തോളൂ, കൃഷ്ണന് എന്തുകൊണ്ടും ഗോപി തൊട്ടാലും ഭംഗിയാ. പിന്നെ എന്തുകൊണ്ടാണ് തൊടേണ്ടത്? അവിടെ വെണ്ണ ഇരിക്കണില്ലേ, ആ ഉരലിൻ്റെ ആ കുഴിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അതെടുത്തു കൊണ്ടുവന്നിട്ട് ഗോപി തൊട്ടോളൂ. ബലരാമസ്വാമി വെണ്ണ കൊണ്ട് ഒരു ഗോപി, ഒരു വെണ്ണ ചാർത്ത് ആദ്യമായിട്ട് നടത്തിയതും ബലരാമസ്വാമിയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. ഒട്ടൊന്നൊരുങ്ങിയാൽ എന്തു ഭംഗി, ഒന്നുമില്ലെങ്കിലും ഭംഗി തന്നെ എന്ന് കവി പാടിയതുപോലെ ആ ഉണ്ണികൃഷ്ണൻ അവിടുന്ന് മുന്നോട്ട് ഇങ്ങനെ നടക്കണു. ഇടത്താനേ വലത്താനേ കൃഷ്ണനാനേ മുന്നോട്ടാനേ പിന്നോട്ടാനേ എന്നൊക്കെ പറഞ്ഞ് ഗോപാലന്മാർ ബഹളം വെച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നപ്പോൾ 2 നീർമരുത് വൃക്ഷങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലൂടെ ഉണ്ണികൃഷ്ണൻ കടന്നു. ഉണ്ണികൃഷ്ണൻ കടന്നതും ഉരൽ കടക്കണില്ല. ഉണ്ണികൃഷ്ണനെ ഉരലിങ്ങോട്ട് പിടിച്ച് വലിച്ചതും മരങ്ങൾ 2 ഭാഗത്തേക്കുമായിട്ട് മറിഞ്ഞു വീണതും ഒപ്പം കഴിഞ്ഞു എന്നാണ്. കുട്ടികൾ പേടിച്ച അച്ഛനെയും അമ്മയും ആ നന്ദഗോപുരെയും യശോദയൊക്കെ വിവരറിയിക്കാൻ ഓടിപ്പോയി. ആ സമയത്താണ് അതിൽ നിന്ന് 2 ദിവ്യപുരുഷന്മാർ പുറത്തേക്ക് വന്നത്. കുബേരപുത്രന്മാരായിരിക്കുന്ന നളകൂപരനും മണിഗ്രീവനുമാണ്. പണ്ട് മന്ദാകിനി നദിയിൽ മദ്യപിച്ച് മതോന്മത്തരായി മതാലസകളായിട്ടുള്ള സ്ത്രീകളുടെ കൂടെ ജലക്രീഡ ചെയ്തപ്പോഴാണ് ആ മന്ദാകിനിയെ, പവിത്രവതിയായിരിക്കുന്ന പതിതപാവനിയായ ഗംഗയെ അവിടെ അത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് കണ്ടപ്പോൾ നാരദന് സഹിച്ചില്ല, ശപിച്ചു. അന്ന് നാരദ മഹർഷി ശപിച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? കാരുണ്യാണ് നാരദ മഹർഷി ചെയ്തത്. നളകൂപരമണിഗ്രഹന്മാരെ ശാപരൂപേണ അനുഗ്രഹിച്ചു. കാരണം എന്താ? നിങ്ങൾക്ക് ശാരീരിക സുഖങ്ങളെ അനുഭവിച്ചു കഴിയുന്ന നിങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവരെ 2 പേരെയും മരങ്ങളാക്കി മാറ്റി. അവർ അമ്പാടിയിൽ കണ്ണൻ്റെ ലീലകൾ കണ്ടുകൊണ്ട് അവിടെ കഴിയുമായിരുന്നു. നീറി നിന്ന ആ നിർമ്മരുത് വൃക്ഷങ്ങൾക്ക് നീലമേഘശ്യാമളവർണ്ണൻ നിരുപമമായ അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചു. അതാണ് ഉണ്ടായത്. അവരെന്തേ പ്രാർത്ഥിച്ചുള്ളൂ? വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനം. പറഞ്ഞു, അങ്ങയുടെ ഭക്തനായ ശിവൻ്റെ പാർഷദന്മാരാണ് ഞങ്ങൾ. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അവിടുത്തെ കാണാൻ സാധിച്ചു. അപ്പം ഞങ്ങളുടെ വാക്ക് എപ്പോഴും എന്താവണം? അവിടുത്തെ കീർത്തനങ്ങളായി മാറണം. വേറെ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതേപോലെ ഞങ്ങളുടെ കാതുകളോ അവിടുത്തെ ആ കഥകൾ കേൾക്കാൻ, ലീലാ
പുണ്യം നുകരാൻ വേണ്ടിയിട്ടായിത്തീരണം. ഞങ്ങളുടെ കൈകൾ എപ്പോഴും പാദസേവ ചെയ്യണം. ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ പാദപങ്ക് ഞങ്ങളെ സ്മരിക്കണം. ഞങ്ങളുടെ ശിരസ് അവിടുത്തെ വാസസ്ഥാനമായിരിക്കുന്ന ചരാചര ജീവികളെ എപ്പോഴും നമസ്കരിക്കാറാവണം. ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഭഗവത് സ്വരൂപികളായ ഭക്തന്മാരെ കാണാറാവണം. ഇങ്ങനെ അനുഗ്രഹിച്ചു ഭഗവാൻ. അവരേതാ പറഞ്ഞയച്ചു. ഉണ്ണികൃഷ്ണൻ മരം മറിച്ചിട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഓടി വന്നത്. യശോദയും നന്ദഗോപരും ഒക്കെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, 3 വയസ്സുള്ളൊരു ഉണ്ണിക്ക് എങ്ങനെ അത്രയും വലിയ വൃക്ഷങ്ങളൊക്കെ പുഴക്കി വീഴ്ത്താൻ സാധിക്കുക? ഈ കുട്ടിയുടെ ശക്തി വളരെ കേമാണ് എന്ന് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. നന്ദഗോപര് ചെന്ന് ആ ഉണ്ണിയെ കയറിൽ നിന്ന് മോചിപ്പിച്ചു. യശോദാമ്മ വിഷമിച്ച് തലയും താഴ്ത്തി നിൽക്കുക. അമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മയോട് ഉണ്ണിക്ക് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ, എന്നെ എടുക്കൂന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലണു. ആ ഉണ്ണികൃഷ്ണൻ ആടിയ ലീലകൾ പരീക്ഷിത്തെ ശിശുബ്രഹ്മർഷി പറയുകയാണ്, സർവസംഘപരിത്യാഗികളായിരിക്കുന്ന ഋഷീശ്വരന്മാർ പോലും എല്ലാം മറന്ന് ആ ഉണ്ണിയുടെ ആട്ടത്തിനും പാട്ടിനുമൊപ്പം ചെന്ന് നിൽക്കും. അത് ആ ഉണ്ണിയുടെ ലീലയുടെ പ്രത്യേകതയാണ്. ഗോപികളുടെ അപേക്ഷ അനുസരിച്ച് ഭഗവാൻ ചിലപ്പോൾ നൃത്തം ചെയ്യും, ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ചില പീഠങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരും. അതേപോലെ അളവ് പാത്രം, ആ പാലളക്കാൻ വേണ്ടി അതിങ്ങോട്ട് എടുത്തുകൊണ്ടുവരുമോ കൃഷ്ണ, അത് കൊണ്ടുവരും. ചിലപ്പോൾ മെതിയടി, അച്ഛന് മെതിയടി കൊണ്ടുവന്ന് കൊടുക്കും. ചിലപ്പോൾ പറയും, എനിക്ക് കൈ വേദനിച്ചിട്ട് വയ്യാട്ടോ, ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് കുറച്ച് വെണ്ണ തരൂ എന്നിങ്ങനെ പറയുകയായി. ഇങ്ങനെ ഗോപികളുടെ ദാസ്യവേലകൾ ചെയ്യാൻ പോലും ഒരു മടിയുണ്ടായിരുന്നില്ല ഭഗവാന്. ആ സമയത്താണ് ഒരു സ്ത്രീ പഴം വേണോ പഴം വേണോ പഴം വേണോ പഴം വേണോ പഴം വേണോ പഴം വേണോ എന്നിങ്ങനെ ചോദിച്ചും കൊണ്ട് അവിടേക്ക് ഇങ്ങനെ വരണു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് പഴം വേണം, ഇങ്ങോട്ട് വരൂ എന്നും പറഞ്ഞ് അവിടുന്ന് പഴമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിനുള്ള പണം കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് അകത്തു പോയി പൂജാമുറിയിൽ ലക്ഷ്മി ഭഗവതിക്കായി നിറച്ച് വെച്ചിട്ടുള്ള നെല്ലുണ്ട്. അതിൻ്റെ ഉടമസ്ഥനും താൻ തന്നെയാണല്ലോ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ താനാണ്. ലക്ഷ്മീപതിയായ തനിക്ക് പ്രത്യേകം അതിനും താല്പര്യമുണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള അധികാരമുണ്ട് എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ആ ഒരു കുടന്ന നെല്ലുമായിട്ട് ഇങ്ങനെ വന്ന് പാവം ഇവിടെ എത്തുമ്പോഴേക്കും കയ്യിലെ നെല്ല് മുഴുവൻ താഴേക്ക് പോയി. പിന്നെ 1-2 മണി അതാണ് ആ പഴക്കാരിയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. അവളുടെ പഴക്കൊട്ട മുഴുവൻ രത്നങ്ങളെ കൊണ്ട് നിറച്ചു ഭഗവാൻ. അവൾ വലിയ ഭക്തയായി വലിയ സമ്പന്നയായിട്ടും തീർന്നു എന്നും പറയുന്നു. രാമനും കൃഷ്ണനും കളിക്കാനായി കാളിന്തി തീരത്തേക്ക് പോണു. കളിയിലുള്ള രസം കാരണം ചിലപ്പോൾ ഉച്ചയായിട്ട് മടങ്ങി വരില്ല. യശോദാമ്മ വന്ന് വിളിക്കും, രോഹിണി കുറേ നേരം വന്ന് വിളിക്കും, വരണില്ല. അപ്പോഴാണ് യശോദയോട് പറയും, യശോദയെന്ന് വിളിക്കും. അങ്ങനെ കൃഷ്ണ വരൂ, പാല് കുടിക്കൂ, എത്ര നേരമായി, രാമനെയും വിളിച്ചു വരൂ, ആഹാരം കഴിച്ചിട്ട് വിശക്കണില്ലേ, കാലത്ത് കഴിച്ചു പോയതല്ലേ, ഇനിയിപ്പോൾ വിശക്കണില്ലേ, വേഗം വരൂ എന്നൊക്കെ പറഞ്ഞു നോക്കും. ഒരു നിവൃത്തിയില്ല. പക്ഷേ ഒന്ന് പറയുമ്പോൾ ഓടി വരും എന്നാണ്. കണ്ണാ നിൻ ആട്ടപ്പിറന്നാളല്ലേ, കണ്ണെഴുതിച്ചു ഞാൻ മാമം നൽകാം എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി. എല്ലാ ദിവസവും സകല ചരാചരങ്ങളും തൻ്റെ സ്വരൂപമായതുകൊണ്ട് എല്ലാ ദിവസവും ആട്ടപ്പിറന്നാൾ ആഘോഷിക്കുന്ന ആനന്ദസ്വരൂപൻ ഒന്നും അറിയാത്ത ഒരു ഉണ്ണിയെപ്പോലെ ഓടി വന്ന് അവിടെ വന്നിരിക്കുകയായി. അമ്മ കുളിപ്പിക്കുമ്പോഴോ ഇടയ്ക്കൊരിക്കൽ ഒരു രസമുണ്ടായി. കുളിപ്പിച്ച് അമ്മ പറഞ്ഞു പട്ടുകോണം എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോയതാണ്. അപ്പോഴേക്കും കൃഷ്ണൻ വിളിച്ചു, ദാ അമ്മേ, പട്ടുകോണം എനിക്ക് കിട്ടി. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. വന്ന് നോക്കിയപ്പോഴേക്കും കഴിഞ്ഞു. എന്താ, അമ്മയുടെ പുതിയ ചേല തലങ്ങും വിലങ്ങും മുറിച്ച് പട്ടുകോണാക്കി ഒരെണ്ണം എടുത്തു എന്ന് മാത്രമല്ല, ബാക്കിയുള്ളത് മുഴുവൻ ആ കയറിൽ ഇങ്ങനെ നിരനിരയായിട്ട് തൂക്കിയിട്ടുണ്ട്, എല്ലാ ദിവസത്തേക്കുള്ളത് എന്നുള്ള രീതിയിൽ. ഇങ്ങനെ പലതരത്തിലുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കണു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും, ചിലപ്പോൾ പാല് കുടിക്കും, ചിലപ്പോൾ പല കളികളാണ്. ഗോകുലത്തിൽ ഇങ്ങനെ രാമനും കൃഷ്ണനും പല കളികൾ ആടിക്കൊണ്ടിരിക്കണു. ഗോപികമാരൊക്കെ ഇപ്പോൾ അറിയാതെയാണെങ്കിലും കലിസന്ധരണോപനിഷത്തിലെ മഹാമന്ത്രം അവർ വിളിക്കാൻ തുടങ്ങി, അവർ ചൊല്ലാൻ തുടങ്ങി. ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം അവർക്ക് അറിയില്ല. അവർ വരൂ രാമ വരൂ കൃഷ്ണ എന്നാണ് പറയണത്. അതും ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാൻ ഓടി വരും, കളിക്കും അവരുടെ കൂടെ. അങ്ങനെ ഉപനന്ദൻ എന്നൊരു ഗോപനാണ് പറഞ്ഞത്, ഗോകുലത്തിൻ്റെ നന്മ
വിചാരിച്ചും കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന ആപത്തു നിന്നൊക്കെ അവരെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. പൂതനയിൽ നിന്നുകൂടി രക്ഷപ്പെട്ടു, ശരിയാണ്. വണ്ടി തകർത്തു ഉണ്ണി എന്ന് പറയുന്നു, അതും ശരിയാണ്. ആകാശത്തിലേക്ക് കൊടുങ്കാറ്റിൻ്റെ കൂടെ പോയി, അപ്പോഴും രക്ഷപ്പെട്ടു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ ഉണ്ണിക്ക് രക്ഷയുണ്ടായെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, പശുക്കൾക്ക് പുല്ലും വെള്ളമൊക്കെ ധാരാളമുള്ള വൃന്ദാവനത്തിലേക്ക് പോവുക, അവിടെ താമസിക്കാം, നല്ല സുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ അംഗീകരിച്ചു. അവരൊക്കെ ഇതാ വൃന്ദാവനത്തിലേക്ക് പോണു. വെൽപ്പത്തൂർ പറയുന്നു, ആ യാത്രയിൽ ഭഗവാന്റെ ആ കിളിക്കൊഞ്ചലുകൾ കേട്ടുപോയത് കൊണ്ട് ആരും ആ ദൂരം അറിഞ്ഞതുപോലും ഇല്ല എന്നാണ്. അങ്ങനെ വൃന്ദാവനം, ഗോവർദ്ധനം, യമുനാപുളിനം ഇതൊക്കെ ഗോപന്മാരും ഗോപികമാരും ഒക്കെ ചേർന്ന് ഭഗവാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. രാമനും കൃഷ്ണനും തൻ്റെ ബാലലീലകൾക്ക് തക്ക കളിസ്ഥലമാണിത് എന്ന് മനസ്സിലാക്കി വൃന്ദാവനത്തിൽ താമസിക്കുന്നു. രാമനും കൃഷ്ണനും ഇപ്പോൾ 4 വയസ്സായി. അതോടെ അവർ പശുക്കുട്ടികളെ മേയ്ക്കാൻ ആരംഭിച്ചു. വൃന്ദാവനത്തിൽ ഗൃഹത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ മൈതാനങ്ങളിൽ പോയി പശുക്കുട്ടികളൊക്കെ മേയ്ക്കും. പല പല കളികളിൽ മുഴുകും. ഓടക്കോള് വിളിക്കും, കവണയിൽ കല്ല് വെച്ച് ചില സ്ഥലത്തേക്ക് പ്രത്യേക ലക്ഷ്യം കാണിച്ച് അവിടേക്ക് അയക്കും, തളകൾ കിലുക്കിക്കൊണ്ട് നൃത്തം വയ്ക്കും. അപ്പോൾ മയിലുകളൊക്കെ വന്ന് ഒപ്പം നൃത്തം വയ്ക്കും. കൃഷ്ണൻ്റെ നൃത്തം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മയിലുകളൊക്കെ പിന്നെ മയിൽപ്പീലിയൊക്കെ താത്തി വെച്ച് അവിടെ ഇരിക്കും. ഇടയ്ക്ക് മയിൽപ്പീലി ഓരോന്ന് പൊഴിക്കും. എന്തിനാ? കൃഷ്ണൻ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ മറ്റു ചിലപ്പോൾ കൃഷ്ണൻ നന്നായിട്ട് പാട്ടുപാടും. കുയിലുകൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന കുയിലുകളൊക്കെ ഒന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരിക്കും. കാളകളെപ്പോലെ ശബ്ദിച്ചും കൊണ്ട്, സിംഹത്തെ പോലെ ശബ്ദിച്ചും കൊണ്ട് മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദം അനുകരിക്കുക. അങ്ങനെ പശുക്കുട്ടികളെ മേച്ചും കൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാമനും കൃഷ്ണനും കാളിന്തി തീരത്തെ പശുക്കുട്ടികളെ പുല്ല് തീറ്റിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരെ കൊല്ലാനായിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ഒരു അസുരൻ വന്നത്. ബലരാമനെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. അങ്ങനെ ആ പശുക്കുട്ടികളെ പോവാൻ നേരത്ത് എങ്കിൽ ഇവനെ നമ്മൾക്ക് വൈകുന്നേരം ഗൃഹത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇല്ലാണ്ടാക്കണം ഭഗവാൻ തീർച്ചപ്പെടുത്തി. പോകുന്നതിന് മുമ്പ് കൊണ്ടുവന്ന പശുക്കളുടെ എണ്ണം നോക്കി. 1 2 3 4 5 6 7 8. ആ വത്സാസുരനെ അടുത്തേക്ക് അങ്ങോട്ട് എത്തി എണ്ണം പിടിച്ചു. അവൻ്റെ പിൻകാലുമ്മ പിടിച്ചു വലിച്ച് ദൂരേക്ക് വലിയൊരു മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അതോടുകൂടി അസുരരൂപത്തോടുകൂടി അവൻ മരിച്ചു വീഴുകയും ചെയ്തു. കൃഷ്ണൻ്റെ ശിരസിലേക്ക് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. കുട്ടികൾ പറഞ്ഞു, ഇതാ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യണു. അതൊന്നുമല്ല, ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് പൂവ് വീണതാണ് ഭഗവാൻ. മറ്റൊരിക്കൽ ഉച്ചസമയത്ത് വല്ലാതെ ദാഹിച്ചപ്പോൾ വലിയൊരു തടാകത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് വലിയൊരു പർവ്വതം പോലെ, കൈലാസശൈലം പോലെ ഒരു ഭയങ്കരമായിരിക്കുന്ന കൊറ്റി അവിടെ ഇരിക്കണു. കൃഷ്ണനെ കണ്ടു, പാഞ്ഞിങ്ങോട്ട് വന്ന് ഭഗവാനെ കൊത്തി അങ്ങോട്ട് വിഴുങ്ങി. വായിൽപ്പെട്ടു. എല്ലാവരും പരിഭ്രമിച്ചു. അപ്പോഴാണ് കൃഷ്ണനെ വിഴുങ്ങാൻ കഴിഞ്ഞില്ല, തൊണ്ട ചുട്ടുപൊള്ളാൻ തുടങ്ങി. അവൻ ഭഗവാനെ പുറത്തേക്ക് തന്നെ വിട്ടു. ഭഗവാൻ എന്ത് ചെയ്തു? കുഞ്ഞിക്കൈ കൊണ്ട് കൊക്കെ പിടിച്ചങ്ങോട്ട് ചീന്തി അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സ്വന്തം സ്വരൂപം അവന് തിരിച്ചു കിട്ടി. ബകാസുരൻ പൂതനയുടെ സഹോദരനാണ്. പൂതനയ്ക്ക് ബഗി എന്നൊരു പേര് കൂടിയുണ്ട്. ബകാസുരനെ കൊന്ന കൃഷ്ണനെ ദേവന്മാരിതാ പുഷ്പവൃഷ്ടി ചെയ്യണു. ദേവവാദ്യങ്ങൾ മുഴങ്ങി. കുട്ടികൾ അതൊക്കെ അവരവരുടെ ഗൃഹത്തിൽ ചെന്ന് പറഞ്ഞു. അത്ഭുതമായി. ഈ കൃഷ്ണന് എത്ര ആപത്തുകളാണ് വരുന്നത്. നമ്മളിവിടെ വന്നാലും കൃഷ്ണന് ആപത്തുണ്ട്, പക്ഷേ ഇവിടെ വന്നാലും കൃഷ്ണനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. എനിക്ക് തോന്നണത് ഈ കൃഷ്ണൻ മുജ്ജന്മത്തിൽ അസുരന്മാരെയൊക്കെ കൊന്നിട്ടുണ്ടാവുമെന്നാണ് തോന്നണത്. അതുകൊണ്ടാവും. പക്ഷേ അവരൊക്കെ തീയിൽ വീണ പാറ്റകളെ പോലെ കൃഷ്ണൻ്റെ അടുത്തെത്തുമ്പോൾ നശിക്കണു. അങ്ങനെ അവർ സംസാര ദുഃഖത്തെ അറിയാതെ ആ കംസാരിയാവാൻ തയ്യാറെടുക്കുന്ന കാർമേഘവർണ്ണനോടൊപ്പം അവർ കളിക്കണു. ഒളിച്ചു കളിക്കുക, ചെറിയ തോടുകളിൽ മരങ്ങളൊക്കെ കൊണ്ടുവച്ച് പാലമുണ്ടാക്കി കളിക്കുക, കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കുക. ഇങ്ങനെ പല പല ലീലകൾ ആടിക്കൊണ്ടിരിക്കണു കൃഷ്ണനും കൂട്ടുകാരും. പിന്നീടാണ് ഭഗവാൻ ഇപ്പതാ 5 വയസ്സായി ഭഗവാന്. അപ്പോൾ 5 വയസ്സിൽ കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം എന്നാണ്. 5 വയസ്സിൽ ഭഗവാൻ ആടിയൊരു ലീല 6ാമത്തെ വയസ്സിലാണ് ചെന്ന് പറഞ്ഞതെന്നാണ്. അപ്പം 5 വയസ്സിൽ നടന്ന ലീല എന്താ? ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ അമ്മയോട് പറഞ്ഞു, ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്.
അപ്പിള്ളേരായി വനത്തിൽ കളിപ്പാൻ ഇപ്പോൾ ഞാനമ്മേ പോകട്ടെ. അപ്പം യശോദാമ്മ പറയും, ഉണ്ണി വനത്തിൽ വലിയ ചൂടും വലിയ മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ. കാച്ചിയ പാലു തരാം, കട്ടത്തൈർ ചോറു തരാം, കാച്ചിയ പാലു തരാം, കട്ടത്തൈർ ചോറു തരാം, കൈ നിറയെ വെണ്ണ തരാം, വെയിലിൽ കണ്ണാ പോയിടൊല്ലെ കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ. കാച്ചിയ പാലും വേണ്ട, കട്ടത്തൈർ ചോറും വേണ്ട, കാച്ചിയ പാലും വേണ്ട, കട്ടത്തൈർ ചോറും വേണ്ട, ഉല്ലാസമായി കാലിമേച്ചു പെട്ടെന്നിവൻ മടങ്ങി വരാം. പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. കാളിന്തി തീരങ്ങളിൽ കള്ളന്മാർ വന്നിടുമേ, കാളിന്തി തീരങ്ങളിൽ കള്ളന്മാർ വന്നിടുമേ, കള്ളൻ വന്നു നിന്നെ പിടിച്ചാൽ, കള്ളൻ വന്നു നിന്നെ പിടിച്ചാൽ കാര്യമെല്ലാം കുഴപ്പമാകും. കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ. കള്ളനും കള്ളനാകും, കള്ളനല്ലേ ഞാനും അമ്മേ, കള്ളനും കള്ളനാകും, കള്ളനല്ലേ ഞാനും അമ്മേ. കള്ളൻ വന്നു എന്നെ പിടിച്ചാൽ, കള്ളൻ വന്നു എന്നെ പിടിച്ചാൽ കണ്ടം തുണ്ടമാക്കിയിടും ഞാൻ, കള്ളൻ വന്നു എന്നെ പിടിച്ചാൽ കണ്ടം തുണ്ടമാക്കിടും ഞാൻ. പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. ഗോവർദ്ധന പർവ്വതത്തിൽ ക്രൂരരാം മൃഗങ്ങളുണ്ട്, ഗോവർദ്ധന പർവ്വതത്തിൽ ക്രൂരരാം മൃഗങ്ങളുണ്ട്. കരടിയും പുലിയും വന്നാൽ എന്തു ചെയ്യുമോമനെ നീ, കരടിയും സിംഹവും വന്നാൽ എന്തു ചെയ്യുമോമനെ നീ. കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ. കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ കണ്ട, കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും, കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും. കൂട്ടം കൂടി ആക്രമിച്ചാൽ വേട്ടയാടി പിടിക്കും ഞാനും, കൂട്ടം കൂടി ആക്രമിച്ചാൽ വേട്ടയാടി പിടിക്കും ഞാനും. പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. അച്ഛനാം നന്ദഗോപൻ ഉണ്ണി നിന്നെ തിരക്കിയെന്നാൽ, അച്ഛനാം നന്ദഗോപൻ ഉണ്ണി നിന്നെ തിരക്കിയെന്നാൽ എന്തു ചൊല്ലും കണ്ണാ ഞാനും എൻ്റെ ഓമൽ കൺമണിയെ, എന്തു ചൊല്ലും കണ്ണാ ഞാനും എൻ്റെ ഓമൽ കൺമണിയെ. കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ. തൊട്ടടുത്ത തെരുവിൽ കണ്ണൻ പന്തു കളിക്കുന്നുവെന്ന്, തൊട്ടടുത്ത തെരുവിൽ കണ്ണൻ പന്തു കളിക്കുന്നുവെന്ന് ചൊല്ലിടണമക്ഷണം ഞാൻ ഓടി വന്നു നിൽക്കും മുന്നിൽ, ചൊല്ലിടണമക്ഷണം ഞാൻ ഓടി വന്നു നിൽക്കും മുന്നിൽ. പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലെ കണ്ണേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ.
കണ്ണൻ്റെ നിർബന്ധത്തിന് അവർ വഴങ്ങി. അമ്മമാർ അനുവാദം കൊടുത്തു. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഓരോ ഉരുളയാക്കി ഉരുട്ടി. അതേപോലെ മറ്റ് ഉപ്പേരി, ഉപ്പിലിട്ടത്, കൊണ്ടാട്ടം, ഇതൊക്കെ ഉറിയിൽ പ്രത്യേകം ഗോപാലന്മാർക്ക് കൊടുത്തു. കൃഷ്ണൻ കൊമ്പ് വിളിച്ചു. അതേപോലെ കുഴൽ വിളിക്കണു. ഗോപക്കുട്ടികൾ അവരവരുടെ പശുക്കുട്ടികളെ ആട്ടിത്തെളിച്ച് ഓടക്കുഴല്, കൊമ്പ്, പശുക്കളെ മേയ്ക്കാനുള്ള വടി, ഇതൊക്കെ എടുത്തുകൊണ്ടുവന്ന് വനത്തിലേക്ക് പുറപ്പെട്ടു. പശുക്കുട്ടികളെയൊക്കെ കൃഷ്ണൻ മേയാനായിട്ട് വിട്ടു. അതിനുശേഷം പലവിധ കളികൾ, കൂട്ടുകാരുടെ ചോറുരുളകൾ വെച്ച ഉറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് കൊടുക്കുക. അതേപോലെ ശ്രീകൃഷ്ണൻ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കൃഷ്ണനെ തൊടുക, ഓടിക്കളിക്കുക, വേണുഗാനം ചെയ്യുക, വാദ്യം മുഴക്കുക, കൊമ്പ് വിളിക്കുക, വണ്ടുകളെപ്പോലെ ശബ്ദം ഉണ്ടാക്കുക, കുയിലുകളെപ്പോലെ പാടുക, ഇടയ്ക്ക് സിംഹങ്ങളുടെ ശബ്ദം ഉണ്ടാക്കുക, കുരങ്ങന്മാരെ അനുകരിച്ച് ഗോഷ്ഠി കാണിക്കുക, മുകളിലേക്ക് കയറുക, പുഴകളിൽ മുങ്ങിക്കുളിക്കുക, നിഴലിൽ കണ്ട് അങ്ങോട്ട് കളിയാക്കി ചിരിക്കുക, ഗുഹയുടെ അടുത്ത് പോയി പ്രതിധ്വനി ഉണ്ടാക്കുക, ഉറക്ക ശബ്ദം ഉണ്ടാക്കുക. ഇങ്ങനെ പല കളികൾ അവിടെ ഉണ്ടായി എന്നാണ്. സജ്ജനങ്ങൾക്ക് അനുഭവസ്വരൂപേണ അറിയാൻ കഴിയുന്ന ബ്രഹ്മം അവിടുന്ന് ഭക്തന്മാർക്ക് പരദേവതയാണ്. മായയിൽ മുഴുകിക്കഴിയുന്ന ആളുകൾക്ക് വെറും മനുഷ്യബാലനാണ്. ഇങ്ങനെയുള്ള ആ ഭഗവാനോടൊന്നിച്ച് ഗോപാലന്മാർ ഇതേവരെ അനുഭവിക്കാത്ത ആനന്ദം അനുഭവിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാനെ പ്രത്യക്ഷമായി കാണാനും ആ ഭഗവാനോടൊന്നിച്ച് കളിക്കാനും സാധിച്ച ഗോപാലന്മാരുടെ ഭാഗ്യം പരീക്ഷിത്തെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുക? ആ പാദപാംസുക്കളിൽ വീണ് ഉരുളാൻ കഴിഞ്ഞില്ലേ അവർക്ക്? ഇങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയൊരു ഗുഹ ഗോപാലന്മാർ കണ്ടത്. സത്യത്തിൽ പൂതനയുടെയും ബകാസുരൻ്റെയും അനുജനായ അഘാസുരൻ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വായം തുറന്ന് കിടക്കുകയായിരുന്നു. എൻ്റെ സഹോദരന്മാരെ കൊന്ന ഈ കൃഷ്ണൻ ഇല്ലാണ്ടാക്കണം തീർച്ചപ്പെടുത്തി വായം തുറന്നിങ്ങനെ കിടന്നപ്പോൾ ഗോപാലന്മാർ വലിയൊരു ഗുഹയാന്ന് കരുതി അതിനകത്തേക്ക് കയറി. പാമ്പിനെ പോലൊരു ഗുഹ എന്നാണ് പറഞ്ഞത്. അവനും അനങ്ങാണ്ട് കിടന്നു. കൃഷ്ണനും ഗോപാലന്മാരും ഒക്കെ അകത്തേക്ക് കയറി. ഭഗവാൻ വിട്ടുകൊടുക്കില്ല തൻ്റെ കൂട്ടുകാരെ. നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയപിച്ച മൽഭക്തായ എത്ര ഗായന്തി മൽഭക്തായ എത്ര തിഷ്ഠന്തി, അവിടെയാണ് എൻ്റെ ശ്രീലകം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ അഘാസുരൻ്റെ അകത്തും തൻ്റെ അത്യത്ഭുതകരമായിരിക്കുന്ന ശ്രീലകമാക്കി മാറ്റി. ഭഗവാൻ ആ ശ്രീപതി. അഘാസുരൻ വായ അടച്ചു. ദേവന്മാരൊക്കെ പരിഭ്രമിച്ചു. ഋഷീശ്വരന്മാർക്കൊക്കെ ദുഃഖം വന്നു. കംസനും അസുരന്മാർക്കൊക്കെ സന്തോഷമായി. ഈ സമയത്തൊക്കെ എന്താണെന്നറിയില്ല. പക്ഷേ ആ സന്തോഷത്തിന് കുറച്ച് ആയുസ്സേ ഉണ്ടായുള്ളൂ. അഘാസുരൻ്റെ ആയുസ് പോലെ. അഘാസുരൻ വിചാരിച്ചാൽ കൃഷ്ണനെ വിഴുങ്ങാൻ കഴിയുമോ? ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആളാണ്. കൃഷ്ണൻ അങ്ങോട്ട് വളർന്നു വലുതായതോടുകൂടി അവൻ്റെ ശിരസ് പിളർന്നു. ഋഷീശ്വരന്മാർക്ക് കിട്ടുന്ന മോക്ഷമാണ് കൊടുത്തത്. ആ ശിരസ് പിളർന്ന് അവനിതാ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. ഭഗവാൻ തൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് എല്ലാവരെയും ജീവിപ്പിച്ചു. അഘാസുരൻ്റെ ജീവൻ അന്തരീക്ഷത്തിൽ ലയിച്ചു. അതിനുശേഷം എല്ലാവരും നോക്കി നിൽക്കെ ജ്വലിച്ചു നിന്ന ആ ചൈതന്യം ഭഗവാനിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നും അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ശ്രീകൃഷ്ണനാടിയ ലീലയുണ്ടല്ലോ, കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. കൗമാരത്തിലാടിയ ലീല പൗഗണ്ഡത്തിൽ 6-ാമത്തെ വയസ്സിൽ, 5-ാമത്തെ വയസ്സിലുള്ളത് 6-ാമത്തെ വയസ്സിലാണ് ഗോപാലന്മാർ അവിടെ വന്ന് അവരുടെ ഗൃഹങ്ങളിൽ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു, ഇതെന്താ അത്? ഒരു കൊല്ലക്കാലം എന്താ അതിന് കാരണം? അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഹരികഥാമൃതം ആസ്വദിച്ച് ഞാനിതാ ധന്യനായി തീർന്നിരിക്കണു. പരീക്ഷത്തിൻ്റെ മറുപടി പറയണമെങ്കിൽ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന വത്സസ്തയം എന്ന ലീല വർണ്ണിക്കണം. അപ്പോഴേക്കും വലിയ സന്തോഷമായി ശ്രീശുബ്രഹ്മർഷി. അതിങ്ങനെ ആലോചിച്ചപ്പോൾ ആ ബ്രഹ്മാവിനെ പോലും തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന ബ്രഹ്മേശനായിരിക്കുന്ന ഭഗവാന്റെ ആ ലീലയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബ്രഹ്മർഷിയായ ശ്രീശുബ്രഹ്മർഷി പോലും എല്ലാം മറന്നിരിപ്പായി, സമാധിയിലായി. പിന്നെ കുറേ നേരത്തിന് ശേഷം സമാധിയിൽ നിന്ന് ഉണർന്ന് അദ്ദേഹം വത്സസ്തയ ലീല അവിടെ പാടി എന്നാണ്. ആ ലീലയാണ് നമുക്കിനി കേൾക്കാനുള്ളത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് നാളെ നമുക്ക് അനുസ്മരിക്കാം. വത്സസ്തയം മുതലുള്ള ഭാഗങ്ങളാണ് നമുക്ക് നാളെ ആസ്വദിക്കാനുള്ളത്. ഭഗവാൻ വേണ്ട പോലെ ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.